ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാണ് പുറത്ത് വരുന്നത്. ഇറ്റ്സ് നോട്ട് സ്റ്റേറ്റ്മെന്റ്. പ്രോപ്പർ മീഡിയ സ്പേസുകളെ ചാനലുകളെ വിളിച്ചിട്ട് അതിന്റെ ഓണേഴ്സിന്റെ അടുത്തും അതിന്റെ ഡിജിറ്റൽ സ്പേസിലുള്ള ആൾക്കാരുടെ അടുത്തും വിളിച്ചിട്ട് നിങ്ങളോട് ഞാനിത് ഇതാണ് എന്റെ രാവിലത്തെ ഇപ്പോഴത്തെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. നിങ്ങളോട് ഞാനിത് പറഞ്ഞോ? ഇല്ല. എന്നോട് എല്ലാവരും പറയായിരുന്നു PR ചെയ്യണം, PR ചെയ്ത് കഴിഞ്ഞാലാണ്. ഇപ്പോഴും പറയും PR ഇല്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ PR ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വലിയൊരു സക്സസ്ഫുൾ സ്പേസിലേക്കൊന്നും ഞാൻ ചിലപ്പം വരാത്തത്. ഇപ്പൊ പെണ്ണ് കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതൊരു കല്യാണ തട്ടിപ്പ് നടത്തി ജീവിച്ചു വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അതൊരു തൊഴിലാണ്. അപ്പം ആദ്യം അവർ വന്ന് കഥ പറയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ വന്നാൽ എന്താ കുഴപ്പം. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറയായിരുന്നു 5 വർഷമാണ് കരിയർ. ലോക്കെ എങ്ങനെയാണ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അതൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു ആ ഒരു സിനിമ വന്നതുകൊണ്ട് ഇവിടെ ഇൻഡസ്ട്രി ചേഞ്ച് ആയി എന്നുള്ള രീതിയിലല്ല. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് ചിലപ്പോൾ സിനിമകൾ വരുമ്പം ചിലപ്പോൾ പോർത്തൊഴിൽ പോലൊരു സിനിമയോ ഗുരുവായൂരമ്പല നടയിലോ പോലൊരു സിനിമ സെലക്ട് ചെയ്യില്ലായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ചിലപ്പം അത് എന്റെ ഏറ്റവും മോശം പെർഫോമൻസോ അല്ലെങ്കിൽ എന്റെ ഏറ്റവും മോശം പെർഫോമൻസ് അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന സിനിമയായിരിക്കാം. പക്ഷെ ആ സിനിമ എനിക്ക് തന്നിട്ട് എനിക്ക് എന്റെ കരിയറിൽ എനിക്ക് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സർക്കാസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് പറയാം. പക്ഷെ അത് ചിലപ്പോൾ അത് കോമഡി ആയിട്ട് അതങ്ങോട്ട് പൊക്കോളും. പക്ഷെ കിട്ടേണ്ട ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. എനിക്ക് കമ്മ്യൂണിസ്റ്റിനോടൊരു ചായ്വുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് പറയുന്നതിൽ കവിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്കൽ അല്ല. അപ്പൊ ആ റെപ്രസെന്റേഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിഖില വിമലാണ് ക്യൂ സ്റ്റുഡിയോയില്. നിഖില, സ്വാഗതം. നമ്മൾ ഒരേ നാട്ടുകാരാണ്. അപ്പൊ എനിക്ക് ഒരു വിവാദരഹിതമായിട്ട് സംസാരിച്ചു തുടങ്ങാം. ഇപ്പൊ നമ്മൾ കാക്കനാടുള്ളതുകൊണ്ട് ക്യൂ സ്റ്റുഡിയോ കാക്കനാടുള്ളതുകൊണ്ട് നിഖിലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങനെ ഇത് പറഞ്ഞല്ല. അതേപോലെ നിഖില ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ഇതായിരുന്നു, ഈ ഒരു നടിയുടെ ഒരു അഭിനയ ജീവിതത്തിന്റെ ഒരു സൈസ്, ലെങ്ത്, ഡ്യൂറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു നമ്മളിപ്പോഴും ഫീമെയിൽ ലീഡ്, മെയിൽ ലീഡ് എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ ലീഡ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് വരുന്നു, കരിയർ പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ള സംഗതിയുണ്ട്. നിഖിൽ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അഭിനയ ജീവിതം ഒരു 10 വർഷത്തിലായി, ഒരു 10 വർഷത്തിന് മേളിലായി. അപ്പോൾ ഒരു ആക്ട്രസിന്റെ കരിയർ എന്ന് പറയുന്നതിന്റെ അത് എങ്ങനെയാണ് നിഖില കാണുന്നത്, ഫീമെയിൽ ആക്ടറുടെ കരിയർ? എനിക്കറിയില്ല മനീഷ് ചേട്ടാ. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറയായിരുന്നു 5 വർഷമാണ് കരിയർ. അപ്പൊ ഈ 5 വർഷത്തിൽ മാക്സിമം സിനിമകൾ ചെയ്യുക, പൈസ ഉണ്ടാക്കുക, പോവാതെ അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമായിരുന്നു. അങ്ങനെ 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 എപ്പോഴും അത് ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 10-15 വർഷമായി. 5 വർഷമൊക്കെയാണ് മാക്സിമം കിട്ടുക എന്നുള്ളത്. പക്ഷെ എനിക്കെന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം ഞാൻ അതിൽ കൂടുതൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് സിനിമകൾ ചെയ്തു എന്നല്ല, പക്ഷെ എനിക്കൊരു 5 വർഷത്തിന് മേലെ ഉള്ളൊരു ബെറ്റർ കരിയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് എന്താ പറയാ, അതാണ് ഇവിടുത്തെ ഒരു, അതായത് 5 വർഷം നമ്മൾ ആ നിൽക്കുന്ന സമയം കൊണ്ട് മാക്സിമം സിനിമകൾ ചെയ്യുക, മാക്സിമം ആഡുകളിൽ അഭിനയിക്കുക, മാക്സിമം പൈസ ഉണ്ടാക്കുക, പോവുക. ഇതാണ് നമുക്ക് കിട്ടുന്ന ഗൈഡൻസും. പക്ഷെ ഞാൻ എന്തോ അത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ 5 വർഷം നിന്നിട്ട് പോകുന്ന ഒരു കരിയർ എനിക്ക് വേണ്ടാന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് എന്നെ പുഷ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ വലിയ തിരക്കുണ്ടായിരുന്നില്ല, അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോഴും പറയില്ലേ, ഒരു ഫീമെയിൽ ആക്ടറുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള കഥകളിലെല്ലാം ആണുണ്ട്, പെണ്ണുണ്ട്, എല്ലാതരം മനുഷ്യരുണ്ട്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വർഷം ഇറങ്ങുന്ന 150 സിനിമകളിലും ഒരു 100-ലേറെ കഥകൾ, ഒരു അങ്ങനെ ഒരു ആൺകഥകൾ എന്ന് പറയുന്ന, അതായത് പുരുഷനിലൂടെ നെറേറ്റ് ചെയ്യപ്പെടുന്ന കഥകളാണ്. ഇപ്പൊ ലോക വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായതും അങ്ങനെ ഒരു ഫെമിനിൻ നെറേറ്റീവ് ഉള്ള ഒരു സിനിമയുടെ ഗ്രാൻഡ് സക്സസ്, അത് മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് ആവുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന പെണ്ണ് കേസ് എന്ന് പറയുന്നൊരു സിനിമയായിട്ട് നിഖിലയുടെ അടുത്തൊരു പ്രധാനപ്പെട്ട സിനിമ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കഥ പറച്ചിൽ രീതിയിൽ ഇൻഡസ്ട്രി മാറിയതായിട്ടുള്ളൊരു സൂചനയായിട്ടൊക്കെ ലോകയെ കാണുന്നുണ്ടോ, അല്ലെ പെണ്ണ് കേസിലേക്കുള്ള ധൈര്യം? ഡെഫിനറ്റ്ലി ലോക എങ്ങനെയാണ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അതൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു ആ ഒരു സിനിമ വന്നതുകൊണ്ട് ഇവിടെ ഇൻഡസ്ട്രി ചേഞ്ച് ആയി എന്നുള്ള രീതിയിലല്ല. പക്ഷെ നമ്മൾ ഇപ്പം ഞാൻ അടക്കമുള്ള അധികം ആൾക്കാരുടെ അടുത്തും വരുന്ന ഫീമെയിൽ പെർസ്പെക്റ്റീവ് സ്റ്റോറീസ് എന്ന് പറയുന്നത് കൂടുതലും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ടുള്ള സഹനമാണ്. ബേസിക്കലി സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്തിട്ട് എപ്പോഴും കാണിക്കുക. ലോകയെ സംബന്ധിച്ച് അതായിരുന്നില്ല എന്ന് പറയുന്നതായിരുന്നു എനിക്ക് ആ സിനിമയോടുള്ളൊരു ഫ്രഷ്നെസ്. കാരണം അങ്ങനെയുള്ള സിനിമ, അതായത് അതൊരു
ഒരു ഒരു സാധാരണ പ്രേതം പ്രേതത്തിൻ്റെതായ പ്രശ്നങ്ങളുള്ള അങ്ങനെ ഒരു സിനിമയാണ്. അല്ലാതെ വലിയ രക്തം അതെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതായത് എന്നാൽ അതിന്റെ ഒരു ന്യൂജൻ വേർഷനിൽ ആലോചിക്കുമ്പോൾ മറ്റേ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കിട്ടുന്ന പ്രേതം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പണ്ട് മറ്റേ രക്തദാഹിയായിട്ടുള്ള മറ്റേ റോട്ടി പോന്നവരെ മുഴുവൻ കൊല്ലുന്ന. അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മറ്റേ ഡിയാസറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും പ്രേതം എന്തിനാണ് നമ്മൾ ഇത്രയും ടോർച്ചർ ചെയ്ത് പീഡിപ്പിച്ച് കൊല്ലുന്നത്, വന്നിട്ട് എന്തായാലും കൊല്ലണം, അപ്പൊ പെട്ടെന്ന് കൊന്നപ്പോരെ കാര്യം നിർത്താ പോരെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ പെട്ടെന്ന് വേറൊരു വുമൺ പെർസ്പെക്റ്റീവ് കാണുന്നത് ലോക്കയിലാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എന്താണ് ചിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് അറിയാത്തത് എന്താണ്, നിങ്ങൾക്ക് കോമഡി പറയുന്ന സ്ത്രീ നിങ്ങളുടെ ചുറ്റിലുമുള്ള, അപ്പൊ നിങ്ങൾ എല്ലാവരുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ പലതരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാവാം. ഇപ്പൊ ഞാൻ നമ്മുടെ വീട്ടിലെ അമ്മ അത്രയും സ്ട്രഗിളിലൂടെ പോയതൊക്കെ ആണെന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, അവരുടെ ജീവിതത്തിൽ കോമഡി ഉണ്ട്, അവരുടെ ജീവിതത്തിൽ ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊന്നും നമ്മൾ എവിടെയും സിനിമാ കഥയാവുമ്പോ ഇല്ല എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു, അതെനിക്ക് മനസ്സിലായിടത്തോളം അതൊരു മെയിൽ പെർസ്പെക്റ്റീവ് എന്ന് വരുന്ന സിനിമ ആയതുകൊണ്ട് എപ്പോഴും ഒരു മെയിലിന്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ സംസാരിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഫീമെയിൽ ഡയറക്ടേഴ്സ് വരുമ്പം ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഞങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ വലിയ കോംപ്ലക്സ് പ്രശ്നങ്ങളല്ല, ചെറിയ പ്രശ്നങ്ങളാണ്. അതെന്തുകൊണ്ട് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലോക്കയുടെ സക്സസിനെ ഞാൻ അങ്ങനെയാ കാണുന്നത്. അതായത് ഒരു പുതിയൊരു വേർഷൻ ഓഫ് എ വുമൺ എന്ന് കാണിക്കുന്നു എന്നുള്ളത്. സ്റ്റീരിയോടിപ്പിക്കൽ ഫെമിനൈൻ നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഡ്രിവൺ സബ്ജക്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ചുറ്റുവട്ടത്തിന്റെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അത് സിനിമയിലാവുമ്പോൾ പെട്ടെന്ന് സ്റ്റീരിയോടിപ്പിക്കൽ ബോൾഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കണം, സിഗരറ്റ് വലിക്കണം എന്ന് പറയും ആദ്യമൊക്കെ. ഞാൻ ഫസ്റ്റ് ഒക്കെ നമ്മൾ കേൾക്കുന്ന സിനിമകളിൽ സിഗരറ്റ് വലിക്കണം, ബൈക്ക് ഓടിക്കണം. അപ്പൊ ഞാൻ പറയും അതെങ്ങനെയാ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, അല്ലാത്ത സ്ത്രീകൾ ബോൾഡ് അല്ലാന്ന് എങ്ങനെയാ ആലോചിക്കുക എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പൊ പെണ്ണ് കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതൊരു കല്യാണ തട്ടിപ്പ് നടത്തി ജീവിച്ചു വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പൊ അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം അതൊരു തൊഴിലാണ്. അപ്പം ആദ്യം അവര് വന്ന് കഥ പറയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നത് എന്തുകൊണ്ടാ അങ്ങനെ ഒരു സിനിമ വന്നാൽ എന്താ കുഴപ്പം എന്ന് ആലോചിക്കായിരുന്നു. കാരണം അത് ചിലപ്പം സമൂഹത്തിന് എന്തെങ്കിലും നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമയൊന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അവരുടെ കഥ പറയുന്നത് കൊണ്ട് എന്താ, ഇതുവരെ ആരും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് ചിലപ്പോൾ അവർക്കൊരു കഥ ഉണ്ടാവാം, അത് കേൾക്കുന്നതിൽ എന്താ വ്യത്യാസം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ കേട്ടിട്ടുള്ള സഹിക്കുന്ന സ്ത്രീകളുടെ കഥകൾ കേട്ടതിൽ നിന്ന് ഒരു വ്യത്യാസം തോന്നി എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയോട് എനിക്കുണ്ടായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഫൈൻഡ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഗ്രേ ഷെയ്ഡ് എന്ന് പറയണോ, ഓക്കെ അങ്ങനെ ഒരു ഒരു ഷെയ്ഡിലുള്ള സിനിമകള് നിഖിൽ അത്ര ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. എനിക്കിഷ്ടായിരുന്നു, പക്ഷെ പണ്ടത്തെ എൻ്റെ ഒരു ലുക്കിലും ഭാവത്തിലും എന്നെ എപ്പോഴും മറ്റേ നാടൻ മറ്റേ പാവം വീട്ടിലെ പെൺകുട്ടി അല്ലെങ്കിൽ പാവം പെൺകുട്ടി എന്നുള്ളൊരു ലേബലിലായിരുന്നു, ശാലീന സെറ്റപ്പിലായിരുന്നു എന്നെ കണ്ടോണ്ടിരുന്നത്. ഞാൻ ഇപ്പോഴും ശാലീന സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് എന്നാ പിന്നെ കുറച്ച് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കൊടുത്താന്നൊക്കെ തോന്നിയതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഇപ്പൊ ചിലപ്പോൾ ഭയങ്കര ശാലീന സിനിമകൾ എനിക്ക് വരുന്നില്ല. എനിക്ക് നോർമൽ പെൺകുട്ടി സിനിമകൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ വരാറില്ല. അപ്പൊ ഞാൻ ആലോചിച്ച അത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാണ് പുറത്തു വരുന്നത്. ഇറ്റ്സ് നോട്ട് സ്റ്റേറ്റ്മെന്റ് അപ്പൊ അത് പുറത്തു വരുന്നത്. ഞാനതൊരു കോൺവെർസേഷനിൽ പറയും. ഇപ്പൊ ഞാൻ ഇതിപ്പം അന്ന് ഈ പറയുന്ന ഇഷ്യൂ ഞാൻ സംസാരിച്ചത് ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്നാണ്. ബേസിക്കലി പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചർച്ചാ സ്പേസ് ആണ്. അവരൊരു കാര്യം പറയുന്നു, നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നു, അതിന് അവർക്കൊരു കൗണ്ടർ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ അത് പറയുന്നു. ഈ കൗണ്ടർ അഭിപ്രായങ്ങളില്ല, അവർ ചോദിച്ച ചോദ്യങ്ങളില്ല, ഞാൻ ഈ പറയുന്ന മൊത്തം കോൺവെർസേഷൻ ഇല്ല. അതിനകത്തുനിന്ന് ഒരു ഇത്ര മാത്രം എടുത്തിട്ട് കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു പോർഷൻ മാത്രം വരികയാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുന്നത്. അത് ഞാനല്ല ബേസിക്കലി. അതിപ്പം ചിലപ്പം എന്റെ സംശയമായിരിക്കാം, ചിലപ്പോൾ അത് അങ്ങനെ ആയിക്കൂടെ എന്നില്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നത്. അത് ഞാൻ ഒരാളുടെ അടുത്ത് പങ്കുവയ്ക്കുമ്പം ഞാൻ എന്നിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഹക്കീം ഉണ്ട്. അപ്പൊ ഹക്കീം അതിനൊരു കൗണ്ടർ ഇത് പറയുന്നു, അല്ലെങ്കിൽ അവരവിടെ ഇരുന്നിട്ട് ഞങ്ങളിപ്പം
ഞങ്ങൾ സിനിമയിൽ കൊച്ചിയിൽ വന്നതുകൊണ്ടാണ് ചിലപ്പോൾ ഞങ്ങൾ സർവൈവ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഞാനപ്പോ പറയുന്നുണ്ട് ചിലപ്പോൾ എല്ലാവരുടെ കേസും അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എവിടെയില്ല. ശരിക്കും ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ലെങ്തി കോൺവെർസേഷൻ പറയുന്ന സമയത്ത് ഇന്ന് ഒരു പോർഷൻ അടർത്തിയിട്ട് അതൊരാളുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ അത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു പ്രസ് മീറ്റ് വിളിച്ച് പറയണം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പൊളിറ്റിക്കലി എന്തെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നതൊക്കെ ആയിരിക്കണമല്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതിനെ എങ്ങനെയാണ് മീഡിയാസ് അതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തതെന്ന് പോലും ഞാൻ ആലോചിക്കും. ഇതിപ്പം ഇത്ര മാത്രം കേൾക്കുമ്പോൾ എന്താ വിചാരിക്കും? ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ആൾക്കാർ പ്രസ്സിനെയൊക്കെ വിളിച്ചു വരുത്തി ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയാണ്, മറ്റേ കാക്കനാട് പോയി വിളിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് നായികമാർ ഇറങ്ങി വരും. അതിൽ എന്താണ് കോണ്ടെക്സ്റ്റ് ഉള്ളത്? എന്തിന്റെ ബേസിസിൽ ഞാൻ അത് പറഞ്ഞു, എന്തിനത് പറഞ്ഞു? അപ്പം സാധാരണക്കാരായ മനുഷ്യർ ആലോചിക്കുമ്പോൾ എന്താ ആലോചിക്കുക, ഇവളെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പറയണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്നെ ചീത്ത പറയുന്നത്. അവിടെ ഒരു ബുള്ളിങ് പെർസ്പെക്റ്റീവും വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നേരത്തെ പിന്നെ നീലക്ക് തന്നെ വ്യക്തിപരിചയം ഉണ്ടായിരുന്ന ഡയറക്ടർ കൂടിയാണ് വിഷ്ണുവിന്റെ പടത്തില് അതുപോലും അത് എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ബുള്ളിങ് ആയി മാറിയിട്ടുണ്ട്. അത് പിന്നെ അത് കൂടുതലായിരുന്നു. പക്ഷെ അത് ഞാനും വിഷ്ണുവേട്ടനും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഞാൻ പറയണേ. അപ്പൊ വിഷ്ണുവേട്ടൻ അതേസമയം ഈക്വലി എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനിത് തിരിച്ചു പറയണേ. അപ്പം ഇവരൊക്കെ മറ്റേ വലിയ വലിയ ആൾക്കാരുടെ സിനിമ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിൽ അതൊരു മാളികപ്പുറല്ല, മേപ്പടിയാണ്. അല്ല, എന്റെ അടുത്ത് ഞാൻ അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ആ സിനിമ എന്റെ അടുത്ത് വന്ന വേർഷനിൽ നിന്ന് കുറെ മാറിയാണ് അഞ്ജു ചെയ്ത വേർഷനിൽ അഞ്ജു ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് വരുമ്പം ഞാൻ എന്നിട്ട് സത്യമായിട്ട് ആ സ്ക്രിപ്റ്റ് വെച്ചപ്പോ പുള്ളിനോട് പറഞ്ഞതാണ് കുത്തി വരച്ചിട്ടിരിക്കുകയാണ്, തരാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ പറയണത് അതെന്താന്ന് ചോദിച്ചപ്പോ എന്നിട്ട് പുള്ളി എന്തിനാ എന്നോട് എപ്പോഴും പറയായിരുന്നു ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ല എന്നിങ്ങനെ പറയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇത് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത്. അപ്പോഴും പറഞ്ഞു. പക്ഷെ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോ എന്താ പറ്റേ, അതൊരു ഒരു ഫ്രണ്ട്ലി ടോണില് ഫൺ ടോണില് ഈ വ്യക്തിപരമായിട്ട് സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം കൂടി ഉപയോഗിച്ച് പറയുന്നതിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അടർന്നു വന്നിട്ട് അതൊരു തലക്കെട്ടായിട്ട് പിന്നെ അതായത് ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് അങ്ങനെ അതല്ല ഞാൻ. പക്ഷെ എന്നെ ആൾക്കാരിലേക്ക് എത്തുന്നത് ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഈ ഒരു സാധനം കൊണ്ട്, അതായത് ഞാൻ നമ്മളൊരു എനിക്ക് ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയുടെ സമയത്ത് കൊടുക്കുന്ന ഇന്റർവ്യൂസ് അല്ലാതെ ഇപ്പൊ ഇവിടുന്ന് വരെ എന്നെ ഇന്റർവ്യൂസിന് വിളിച്ചിട്ട് എനിക്ക് പൊതുവെ എനിക്ക് അങ്ങനെ ഒരു സോഷ്യൽ അങ്ങനത്തെ ഒരു PR ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോയി എപ്പോഴും പ്രസന്റ് ആയിരിക്കണം എന്നൊരു തോന്നലുള്ള ഒരാളല്ല ഞാൻ. അപ്പൊ ഞാൻ ബേസിക്കലി ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് മാത്രമാണ് വരിക. പക്ഷെ ആ സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സിനിമയുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. നമ്മൾ ആ സമയത്ത് ഇന്റർവ്യൂസ് കൊടുക്കും. പിന്നെ ഞാൻ കൊടുക്കുന്ന ഇന്റർവ്യൂസിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ എത്രയോ സിനിമകളായിട്ട് കണ്ട് പരിചയമുള്ള ആൾക്കാരാണ് കൂടെ ഇരിക്കുന്ന ആങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ നമ്മളെ കളിയാക്കുന്നതും നമ്മൾ അവരെ കളിയാക്കുന്നതും ഒക്കെ ഈ ഫ്രണ്ട്ലി സ്പേസിലാണ്. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ കാണുന്നത് പോലെ അല്ലായിരിക്കും ചിലപ്പോൾ നമ്മളെ അവർ കാണുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ് എന്നുള്ളത്, അടുത്ത തഗ് വരട്ടെ വരട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ആ ഓഫ് സ്ക്രീൻ പേഴ്സണയാണ് ഇപ്പൊ എനിക്ക് നിഖില തുടക്കം മുതലേ അറിയാം. ഞാൻ എപ്പോഴും കരുതുന്നത് നിഖിലക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇപ്പൊ ആളുകൾ കരുതുന്നത് നിഖില വരുന്നു, അധികം ഒന്നും സംസാരിക്കാതെ നിഖില ആദ്യത്തെ ഇന്റർവ്യൂലൊക്കെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ നിഖില വന്നിട്ട് അങ്ങ് തഗ്ഗോട് മീൻസ് അങ്ങനെ ഒരു തുറന്നടിച്ച, എനിക്കൊന്നും ഞാൻ നിഖിലയോട് ആദ്യത്തെ സിനിമയുടെ സമയത്ത് സംസാരിക്കുന്ന സമയം മുതലേ നിഖിലക്ക് സിനിമയെ കുറിച്ച് എന്താണോ പറയാനുള്ളത്, ആക്ടേഴ്സിനെ കുറിച്ചോ പെർഫോമൻസിനെ കുറിച്ചോ അതെന്താ പറയാനുള്ളത് അതുപോലെ പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ഈ ഓഫ് സ്ക്രീൻ പേഴ്സണയെ കാണുന്ന ഒരു സിനാരിയോ ഇന്റർവ്യൂലൂടെ മറ്റൊരു നിഖിലെ ആളുകൾ കാണുന്നു. പക്ഷെ അപ്പോഴും അതൊരു കോൺവെർസേഷൻ തമാശ സ്പേസ് ആവുന്നുള്ളൂ. പിന്നെ ഇത് മിസ്കോട്ട് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വേർഷനിൽ എല്ലാ സാധനങ്ങളും വരുമ്പോ ആണ് എനിക്കിത് സ്ഥിരമായിട്ട് മറ്റേ ബീഫിന്റെ കാര്യം മുതൽ ഇങ്ങോട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇത് എന്റെ സ്റ്റേറ്റ്മെന്റുകളല്ല. നിങ്ങൾ എന്താണ് സ്റ്റേറ്റ്മെന്റിനെയും കോൺവെർസേഷനെയും തിരിച്ചറിയാത്തത് മീഡിയ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണല്ലോ. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ സ്പേസിൽ നിന്നിട്ട് അവരുടെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ മറ്റേ പുറത്ത് വരുന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് നന്മയുള്ളതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇത് സൊസൈറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇതിനെ കോട്ട് ചെയ്യുന്നതിന് അർത്ഥമുണ്ട്. ഞാൻ പറയുന്നതുമായിട്ട് സൊസൈറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പം
ഇപ്പൊ ഇതിനകത്ത് സൊസൈറ്റി ആയിട്ട് ഒരു ബന്ധമില്ല. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം ഈ കാക്കനാടിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെ പറയുന്നത് അതൊരു സ്ട്രഗിളാണ്. അത് ഓരോ ആൾക്കാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. സ്ട്രഗിൾ ഇല്ല, ഈ പറയുന്ന ഇതൊന്നും ഇല്ല, ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും വരുള്ളൂ. അപ്പൊ ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്യുന്നിടത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഞാനിത് പിന്നെയും ഞാൻ വന്നിട്ട് പറയാണ് എനിക്കിത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പിന്നെയും വന്ന് പറഞ്ഞാൽ അതും ഇവർക്ക് കണ്ടന്റ് ആണ്. അല്ലാതെ എൻ്റെ ഇമോഷനോ അല്ലെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കുന്ന എനിക്കുണ്ടാവുന്ന ട്രോമയോ അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ആ സമയത്ത് ഞാൻ കടന്നു പോകുന്ന ആൻസൈറ്റി ഒന്നും ജനങ്ങളുടെയും പ്രശ്നമല്ല, മീഡിയയുടെയും പ്രശ്നമല്ല. ഇതൊക്കെ എൻ്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ളടത്ത് ഇത് ഞാൻ ഇതിപ്പോ കുറച്ചു കാലം നിങ്ങളിത് പറഞ്ഞു നിർത്തിക്കോ, എന്നിട്ട് ഞാൻ എന്നെ സെറ്റിൽ ചെയ്യാം എന്നുള്ളൊരു സ്പേസിലേക്ക് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആദ്യം ഇതൊരു പ്രശ്നമായിരുന്നു, ഇപ്പൊ ഇതൊരു ശീലമാണ്. രാവിലെ എഴുന്നേറ്റ് ഇപ്പം എനിക്കറിയാവുന്ന ഇപ്പൊ ഈ സാധനങ്ങൾ വരുന്ന പ്രോപ്പർ മീഡിയ സ്പേസുകളെ, ചാനലുകളെ വിളിച്ചിട്ട് അതിന്റെ ഓണേഴ്സിന്റെ അടുത്തും അതിന്റെ ഡിജിറ്റൽ സ്പേസിലുള്ള ആൾക്കാരുടെ അടുത്തും വിളിച്ചിട്ട് നിങ്ങളോട് ഞാനിത് ഇതാണ് എന്റെ രാവിലത്തെ ഇപ്പോഴത്തെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. നിങ്ങളോട് ഞാനിത് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ ഇത് കേട്ടോ? ഇല്ല. നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടന്റ് എടുക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ടന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലേ ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അത് എന്നെ കോട്ട് ചെയ്യുന്നത് എന്തിനാണ് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സൊസൈറ്റിക്ക് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റിലുമുള്ള ആൾക്കാർക്ക് ഉപദ്രവമൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് എന്നെ കോട്ട് ചെയ്യുമ്പോൾ ഞാൻ മറ്റേ സൊസൈറ്റിയെ നശിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇത് വെച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്ന വെച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുമല്ല, എൻ്റെ കോൺവെർസേഷൻ ആണ്, എൻ്റെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ പറഞ്ഞ് മടുത്തിരിക്കുന്ന ഒരാളാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് ഞാൻ ഒരു ബൈ പ്രാക്ടീസ് അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്ത് ശീലാവുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നിഖില ഇപ്പം ഒരു സ്ഥലത്ത് പോയാൽ, ഇപ്പം ചിലപ്പോൾ അതൊരു ഏതെങ്കിലും ഒഫീഷ്യൽ ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഇതൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ആവാം, ഇവിടെയൊക്കെ ഒരു മൊബൈൽ ക്യാമറയും അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ അടക്കം ഒരുപാട് ക്യാമറയ്ക്കകത്ത് നിങ്ങൾ ഇന്ന് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തീരുമാനിക്കാത്ത ദിവസം വരെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുന്ന തരത്തിലുള്ളൊരു സിനാരിയോ ഉണ്ടല്ലോ. അതിനെ മാനേജ് ചെയ്ത് പഠിച്ചോ? അല്ലെങ്കിൽ അത് ശീലിച്ച് അതിലൊരു അത് ഇൻഡസ്ട്രിയിൽ ആരും മാനേജ് ചെയ്ത് പഠിച്ചിട്ടില്ല. അത് ഞാൻ മാത്രമല്ല, എല്ലാവരും. അതായത് ഇന്നിപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഇന്നിപ്പം ഓക്കെ ഇവരൊക്കെ നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതിയല്ലോ, എന്നാൽ പിന്നെ ഇവരോട് ആരോടും നമ്മൾ ഇനി മിണ്ടണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് മിണ്ടണ്ട എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് സാധനങ്ങൾ ഇടും. എന്നാൽ ഇവരോട് നമ്മൾ ചിരിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതും പറഞ്ഞിട്ട്, അതായത് അവരെ സംബന്ധിച്ച് ഇതൊരു പേഴ്സൺ ആണെന്നോ അല്ലെങ്കിൽ അവർക്കുള്ള റെസ്പെക്റ്റോ അതൊന്നുമില്ല. അവർക്ക് നമ്മളൊരു കണ്ടന്റ് മാത്രമാണ്. അപ്പം നമ്മളെ ഒരു കണ്ടന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അടുത്ത് നമ്മൾ എന്തിനാണ് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആവേണ്ടത് എന്നുള്ളത് എനിക്ക് എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആണ് ഈ കാര്യം. അപ്പൊ ഞാന് ഈ അടുത്ത് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ മാഷില്ലേ, കുഞ്ഞികൃഷ്ണൻ മാഷ് നാട്ടിലൊരു ലൈബ്രറിയുടെ മാഷ് അവിടുത്തെ ലൈബ്രറിയുടെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു. അപ്പൊ ഞാനുണ്ടായിരുന്നു, ഷംസീർക്കൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടിക്ക്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു. അപ്പൊ അതൊരു സ്റ്റേജ് ഉണ്ട്, ഔട്ട്ഡോർ സ്പേസിൽ ആണ് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴ പെയ്തതുകൊണ്ട് ഇത് ഈ പഴയ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് മാറ്റി. അപ്പം അവിടെയുള്ള നാട്ടുകാരും ആരും, അതായത് ആ പരിപാടിക്ക് വന്ന ആരും ഒരു മൊബൈൽ എടുത്തിട്ട് നമ്മളെ ഷൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ അതായത് ഇപ്പം ഷംസീർക്ക് അവിടെ പ്രസംഗിക്കുന്നുണ്ട്. പുള്ളി പ്രസംഗിക്കുന്നത് ആ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു 10-75 ആൾക്കാരെ അന്ന് അതിൻ്റെ ഉള്ളിലുള്ളൂ. പക്ഷെ ആ 75 പേരും പുള്ളി പറയുന്നത് എന്താന്ന് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താന്ന് കേൾക്കുന്നുണ്ട്. അത് ആ സ്പേസ് കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു സ്പേസ് ആയിരുന്നു അത്. അതായത് എന്നിട്ട് മാഷ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, നമ്മൾ വന്നിട്ട് പരിപാടി ഇങ്ങനെയാണല്ലോ നടത്തപ്പെട്ടത് എന്ന്, മഴ ആയതുകൊണ്ട്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ കാലത്തിന് ശേഷമാണ് മാഷെ ഞാൻ സമാധാനമായിട്ടൊരു സ്ഥലത്ത് പോയിട്ട് ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് തിരിച്ചു വരുന്നത്. അപ്പം അത് നമ്മൾ പോയ പർപ്പസിനെ നമ്മൾ മീറ്റ് ചെയ്തു എന്ന് തോന്നുന്ന ഫസ്റ്റ് ഫംഗ്ഷനാണ് അത്. കുറേ വർഷങ്ങൾക്ക് ശേഷം അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം അത് നിങ്ങൾ വിഷമായി എന്ന് വിചാരിക്കേണ്ട എന്ന് ഞാൻ മൂപ്പരടുത്ത് പറഞ്ഞു. അതർവൈസ് എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം മുന്നേ ഞാൻ സെറ്റ് ചെയ്ത് തുടങ്ങണം. ഞാൻ ഇവരെയൊക്കെ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു, ചിലപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഇപ്പോൾ ഒരു ഏറ്റവും അടുത്ത സിനിമയിലുള്ളൊരു സുഹൃത്ത് ഒരു കല്യാണം വിളിച്ചാൽ പോകണമെന്ന് 4 പ്രാവശ്യം ആലോചിക്കും. അത് അയാളോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടല്ല, പക്ഷെ ആൻസർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ ആ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ
ഒരാൾ വന്നിട്ട് എന്നോട് അപ്പൊ ഇവരിങ്ങനെ കണ്ടിന്യൂസ്ലി ചോദിച്ചോണ്ടിരിക്കുക ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്. അതായത് ഞാൻ മിണ്ടുന്നില്ല, ഞാൻ മിണ്ടാതിരിക്കുമ്പോഴും ഒരു 10 മിനിറ്റ് സ്പേസ് ഞാൻ നടന്നു പോകുന്ന അത്രയും സ്പേസിൽ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അത് കിട്ടിയ കണ്ടന്റ് ആണ്. ഒരു മിണ്ടിയിലെങ്കിലും ചോദിച്ചിട്ട് മിണ്ടാതെ പോയി എന്ന് പറയുന്നത് കണ്ടന്റ് ആണെന്നുള്ളിടത്താണ് നിൽക്കുന്നത്. ഇതേ സീറ്റിൽ തന്നെ വന്നിട്ടുള്ള ഫീമെയിൽ ആക്ടേഴ്സ് പറഞ്ഞൊരു സാധനമുണ്ട്. വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാമറയുടെ അകലം പോലും പ്രശ്നമാണല്ലോ. ഒരു ഡിസ്കംഫർട്ട് എന്ന് പറയുമ്പോൾ പലതരത്തിൽ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യപ്പെടുന്നു, നമ്മുടെ വസ്ത്രത്തെ ഏത് രീതിയിൽ, നമ്മളുടെ ടോട്ടൽ ബോഡി സ്ട്രക്ചറിനെ എങ്ങനെയാണ് ക്യാമറ പരിഗണിക്കുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. അത് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മളുടെ ഒരു അന്നത്തെ ഒരു പീസ് ഓഫ് മൈൻഡിനെ മുഴുവൻ തച്ച് തകർക്കുന്ന വിധത്തിലായിരിക്കും ഇടപെടല്. അതെന്ന് വെച്ചാൽ നമ്മളൊരു സ്വകാര്യതയിലേക്കുള്ള ഇടിച്ചു കയറലാണ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇത് എന്തെങ്കിലും എപ്പോഴും പറയില്ല, മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ളപ്പോഴാണ് സംസാരിക്കുക. ഓക്കെ, ഒരു ഇൻവൈറ്റഡ് സ്പേസ് ആണത്. അതുകൂടി ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് അത് മാറിയിട്ടുണ്ടെന്ന്. ഇല്ല, ഇതിന് മുന്നേ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചത് ക്യൂലാണ്. ഞാൻ അതായത് മീഡിയന്റെ അച്ഛനോ അമ്മയോ അല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ സ്പേസിൽ 6 മാസമാണ് എന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ മൊത്തമിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്ത് ലിറ്ററലി ദിവസവും അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പേജിൽ നിന്ന് ആദ്യം എന്നെ പറ്റി ഒരു നല്ല പോസ്റ്റ് വരും. അപ്പൊ അതിന്റെ അടിയിൽ എന്നെ പറ്റി നെഗറ്റീവ് കമന്റ്സ് വരുമല്ലോ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ പറ്റി അതേ പേജിൽ നെഗറ്റീവ് പോസ്റ്റ് വരും. അപ്പൊ എന്നെ പറ്റി അതായത് ഇതിലാണ് ഈ പറയുന്ന കണ്ടന്റുകൾ സെറ്റ് ചെയ്യുന്നത്. ലിറ്ററലി ഈ മീഡിയന്റെ അച്ഛനും അമ്മയും അല്ല എന്ന് പറഞ്ഞ സ്പേസിലാണ് എന്നോട് ചെയ്തത്. ഇപ്പോഴും ഞാൻ പറയുന്നു അതല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും അതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരേണ്ടത് എന്റെ ആവശ്യമായതുകൊണ്ട് ഞാനത് ചെയ്യും. ഡെഫിനറ്റ്ലി എന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്റെ ജോലിയിൽ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുന്ന ബുദ്ധിമുട്ടുകളെ സർവൈവ് ചെയ്യേണ്ടത് എന്റെ ആവശ്യമായതുകൊണ്ട് ഞാനത് സർവൈവ് ചെയ്യും. അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളതല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഒരാളുടെ പ്രൈവസി, ഇപ്പോഴും ഞാൻ പറയാം, ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നതും അയാളുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫോണുമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന, ഒരു ക്യാമറയായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ല. അതൊരു ക്രൈം തന്നെയാണ്. അതൊരു ക്രൈം. ഞാൻ ചോദിക്കണേ മനീഷേട്ടാ, ഇത് ഇവരുടെ മുഖത്തേക്ക് നമ്മൾ ക്യാമറ വെച്ച് ഇവർ ഓടും. ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പൊ അവർക്കറിയാം പേഴ്സണൽ സ്പേസും പ്രൈവറ്റ് സ്പേസും എന്താന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അത് അറിഞ്ഞിട്ട് ചെയ്യുമ്പോ ഇവര് പബ്ലിക് പ്രോപ്പർട്ടി ആണ് എന്ന്. ഞാൻ പബ്ലിക് പ്രോപ്പർട്ടി അല്ല, ഡെഫിനറ്റ്ലി ഞാൻ പബ്ലിക് പ്രോപ്പർട്ടി അല്ല. ഞാനൊരു പബ്ലിക് ഇമേജ് ആയിരിക്കാം, പക്ഷെ ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല. അപ്പൊ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നിടത്താണ് ഞാൻ ഈ സൈബർ ബുള്ളിങ് നേരിടുന്നതും എന്നെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നതും. ഈ അടുത്തൊരാള് പറയുന്നുണ്ടായിരുന്നു, അതായത് ഞാൻ എവിടെയോ എന്നെ പറ്റി പറഞ്ഞതായിട്ട് വായിച്ചാണ്, ഇവര് എന്ത് സിനിമയിൽ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കറിയോ ഞാൻ എന്താണ് സ്ട്രഗിൾ ചെയ്തതെന്നുള്ളത്? ഡെഫിനറ്റ്ലായിട്ടും സിനിമയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഓരോ തരത്തിലുള്ള സ്ട്രഗിൾ ഉണ്ട്. അതിപ്പം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും അവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. അതായത് ആ സക്സസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളാണ്. അത് ഫെയിലിയറിനെ ആണെങ്കിലും അത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളാണ്. അത് സിനിമയിൽ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നത് മുതൽ ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. എപ്പോഴും ഉണ്ട്. ആ അൺസർട്ടൈനിറ്റിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും സിനിമയിലുള്ള ആൾക്കാർ. അവരുടെ അത് സ്ട്രഗിൾ ആണ്, അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് എന്റേതാണെങ്കിലും അത് ഏറ്റവും ചെറിയൊരാളുടേതാണെങ്കിലും സ്ട്രഗിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ട്, അത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അപ്പം മനീഷേട്ടൻ കണ്ടിട്ടുണ്ട്. ഞാൻ സത്യമായിട്ടും സിനിമാക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഈ നമുക്കൊക്കെ സ്പേസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ആൾക്കാരെ വേണമെങ്കിൽ ചീത്ത വിളിക്കാവുന്ന സ്പേസ് ഉണ്ട്. എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാവുന്നത് കൊണ്ടാണ്. അവരും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇത് കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും അവരുടെ ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ അവർ നമ്മുടെ മേത്ത് തീർക്കുന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സ്പേസിൽ ഇപ്പൊ എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇതിനെതിരെയൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പോപ്പുലർ ഇത് വെച്ചിട്ട് എനിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊരു ലൈവ് വന്നിട്ട് എല്ലാവരെയും ചീത്ത വിളിക്കാം, ഇതെല്ലാം അങ്ങോട്ട് മാറും. പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാ? അതായത് ഞാൻ നിങ്ങളെ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. ബേസിക്കലി നിങ്ങൾ അങ്ങനെ ഒരു സ്പേസിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. അതേ സാധനം നമ്മളോട് അവർക്കും ഉണ്ടാവണ്ടേ? അതില്ലാത്തടത്ത് അത് ചോദ്യം ചെയ്യാന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഡെഫിനറ്റ് ആയിട്ടും. അല്ലാതെ എനിക്കിപ്പോൾ അല്ലെങ്കിൽ ഇവരോട് പ്രശ്നം ഉണ്ടായിട്ടതോ അല്ലെങ്കിൽ മീഡിയയോട് പ്രശ്നം ഉണ്ടായിട്ടോ അതല്ല.
എനിക്ക് മീഡിയയോടും പ്രശ്നമില്ല, മീഡിയക്ക് എന്നോടും പ്രശ്നമില്ല. നേരിട്ട് കാണുമ്പം ഇവരൊക്കെ നമ്മളോട് സുഹൃത്തുക്കളാണ്. പക്ഷെ ഇവരുടെ ഒക്കെ മറ്റേ മീഡിയ സ്പേസിലേക്ക് കയറുമ്പോൾ അവർക്ക് നമ്മൾ കണ്ടന്റും മീഡിയ ആവുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഒരു കാര്യമുണ്ടല്ലോ നിഖില, ഇപ്പം നിഖില ആക്സിഡന്റൽ ഒരു കരിയറാണ്. ഇപ്പം ഈ പറഞ്ഞ സ്കൂളിൽ ഡോക്യുമെന്ററിയുടെ ഭാഗമാകുന്നു. പക്ഷെ അതിനുശേഷം അതിനൊരു ഡിസൈൻ രൂപപ്പെടുന്നുണ്ടല്ലോ. തമിഴില് തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്നു, മലയാളത്തിലേക്ക് വരുന്നു, ഇവിടെ അരവിന്ദന്റെ അതിഥികൾ സംഭവിക്കുന്നു, അതിനുശേഷം സിനിമ ഉണ്ടാവുന്നു, സക്സസ് ഉണ്ടാവുന്നുണ്ട്, സിനിമകൾ ഫെയിലിയർ ആവുന്നുണ്ട്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ വരുന്നുണ്ട്. ഇപ്പം തമിഴിൽ തന്നെ ഇടവേളയ്ക്ക് ശേഷം പോയി ചെയ്ത മാരി സെൽവരാജിന്റെ വാഴ പോലുള്ള ഭയങ്കര ക്രിട്ടിക്കൽ അക്ലെയിം അവിടെ ഉണ്ടാവുന്ന, അവിടെ വലിയ അക്സെപ്റ്റൻസ് ഉള്ള പടം ഉണ്ടാവുന്നുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ പറയുന്ന രണ്ടും, ഇപ്പം നേരത്തെ നിഖില പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കരിയർ ആണല്ലോ. നിഖിലക്ക് ഇപ്പം അതിലൊരു ഒരു നിയന്ത്രണം കിട്ടുന്ന രീതിയുണ്ട്. ഞാൻ സിനിമയിൽ വരുന്നത്, ഞാൻ ഈ പറയുന്ന ഡോക്യുഫിക്ഷൻ ചെയ്തത് 13 വയസ്സിലാണ്. അൽഫോൺസാമയുടെ ഷാലോം ടിവിക്ക് വേണ്ടി ചെയ്തത് 13 വയസ്സിലാണ്. അത് ഞാൻ പഠിച്ച സ്കൂളിൽ. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആരും അറിയാതെ മരിച്ചു പോകണം എന്നുള്ളതായിരുന്നു. എനിക്ക് ഞാൻ പണ്ടേ എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും എന്നോട് പറയും, ഇപ്പം എനിക്ക് കലോത്സവങ്ങൾക്ക് പോയ സെക്കൻഡ് കിട്ടി എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ അറ്റൻഷൻ എനിക്ക് വേണ്ട. അപ്പൊ അമ്മ പറയും സെക്കൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോള് മത്സരിക്കാൻ പോണേ എന്ന് പറയും. ഞാൻ ഡാർക്ക് കളർ ഡ്രസ്സസ് ഇടില്ല, അല്ലെങ്കിൽ ബ്രൈറ്റ് കളർ ഡ്രസ്സസ് ഇടില്ല. കാരണം എന്നെ ആൾക്കാർ ഒരു സ്പേസിൽ പോയി കഴിഞ്ഞാൽ നോക്കും എന്നുള്ളത് എനിക്ക് പേടിയായിരുന്നു. ആവാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്പേസിലാണ് ഞാൻ സിനിമയിൽ വരുന്നത്. ഇപ്പൊ എൻ്റെ വീട്ടിൽ ആ സമയത്ത് അച്ഛന് ഈ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഫിനാൻഷ്യലിയും കൂടെ ഇവർക്ക് ഒരു ഹെൽപ്പ് ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും, ഞാൻ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിക്കൊക്കെ ചെയ്യും, PSC ഒക്കെ എഴുതി ഗവൺമെന്റ് ജോലി ചെയ്യും, എന്നിട്ട് അങ്ങനെ പോകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങി. ആദ്യത്തെ സിനിമ ചെയ്തു, അത് റിലീസാവുന്നില്ല. പിന്നെ അവിടെ പിന്നെ സെറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതും ഇതൊക്കെ കഴിഞ്ഞ് ഒരു 3 സിനിമ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മടുത്തു. കാരണം എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തിനാ സിനിമ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല സിനിമയിൽ. അപ്പൊ ഞാനിങ്ങനെ ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴാണ് ബാലേച്ചി വിളിച്ച് Love 24x7 അഭിനയിക്കാൻ പറയുന്നത്. അപ്പൊ ഞാൻ അഭിനയിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ബാലേച്ചി എനിക്ക് എക്സാം എഴുതണം, എനിക്ക് അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ ബാലേച്ചി എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനൽ സെം എഴുതാതെയാണ് ഞാൻ Love 24x7 ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ പിന്നെയുള്ള ഉദ്ദേശം എനിക്ക് ഈ ഫൈനൽ സെം എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണം. അത് ഞാൻ എൻ്റെ ചുറ്റിലുണ്ടായിരുന്ന, അപ്പോഴും എൻ്റെ ചുറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാം പറയുന്നത്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതായിരുന്നു. അപ്പം അത് പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി പോയി വിമൻസ് സ്റ്റഡീസിന് ഞാൻ ജോയിൻ ചെയ്തതാണ്. ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തിരക്കായി. ഞാനത് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഒരു തിരക്ക്, അതായത് ഭയങ്കര തിരക്ക് എന്നുള്ളതല്ല, ഞാൻ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഈ അറ്റൻഡൻസ് ഇഷ്യൂസ് പറഞ്ഞിട്ട് പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് അങ്ങനെ അവരൊരു ഇഷ്യൂ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനിപ്പം എന്റെ PG എന്റെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത്. എനിക്കത് എനിക്കിഷ്ടമായിരുന്നു പഠിക്കാൻ. എനിക്ക് അങ്ങനെ പഠിച്ച് ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ ആ സമയം വരെ സിനിമകൾ ചെയ്യുമ്പോൾ ഈ അമ്മ കഥ കേൾക്കുക, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു ഹർഷേട്ടൻ എന്ന് പറഞ്ഞാൽ, ഹർഷേട്ടൻ കഥ കേൾക്കുക. തമിഴ് സിനിമയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിയാണ് കഥ കേൾക്കുക. അപ്പോൾ അവർ കഥ കേൾക്കും, എന്നിട്ട് അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എന്താ, അതായത് അവര് വന്നിട്ട് പിന്നെ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പൊ ഈ സിനിമകളൊന്നും വർക്ക് ആവുന്നില്ല, ഈ സിനിമകളൊന്നും റിലീസ് ആവുന്നില്ല, ഇതൊക്കെ വെറുതെ പോയിട്ട് നമ്മൾ കുറെ സിനിമ ചെയ്യണമെന്ന് പറയുന്ന ഒരു സ്പേസ് എത്തിയപ്പോ Love 24x7 ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു കൊല്ലമില്ലേ, ആ ഒരു കൊല്ലത്തിൽ ആണ് ഞാൻ ഈ വെട്രിവേല്, കിടാരി എന്നുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത്, ഈ ശശികുമാർ സാറിനോടെയൊക്കെ സിനിമകൾ ചെയ്യുന്നത്. ആ സിനിമകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ അതുവരെ ഞാൻ ചെയ്തിട്ടുള്ള തമിഴ് സിനിമ പാറ്റേൺ അല്ല ഈ ചെയ്ത സിനിമകൾ. ഇതിന് വേറെ തന്നെ സ്കൂളുമാണ്, ഇതിന് ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഇവർ നമ്മൾ ഡീൽ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ തീരുമാനിക്കും ഏത് സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ലേൺ ചെയ്തതും അൺലേൺ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും സിനിമയിൽ
ചെയ്യുന്നത്. എന്നോട് എല്ലാവരും പറയുമായിരുന്നു PR ചെയ്യണം, PR ചെയ്ത് കഴിഞ്ഞാലാണ്, ഇപ്പോഴും പറയും PR ഇല്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ PR ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വലിയൊരു സക്സസ്ഫുൾ സ്പേസിലേക്കൊന്നും ഞാൻ ചിലപ്പം വരാത്തത്. പക്ഷേ ഈ കരിയർ എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ ഓക്കെ ആവുന്നത് ഇത് ഞാൻ ബിൽഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്താണ്. ഇതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ തെറ്റുകൾ ഞാൻ പഠിക്കുകയാണ്. അതൊരു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും നിഖില തന്നെയാണ് നിഖിലയെ മാനേജ് ചെയ്യുന്നത്. നിഖില ഇങ്ങനെയാവാം, അല്ലെങ്കിൽ അത് ഒരു ചിലപ്പോൾ ആ ചോയ്സ് ഭയങ്കര മിസ്സായാൽ പോലും അത് നിഖിലയുടെ തന്നെ ചോയ്സ് ആയിരുന്നു, എന്റെ ചോയ്സ് ആയിരുന്നു. അപ്പം എനിക്കത് പോയാലും ഞാനത് വിഷമിക്കുന്നത് ഇപ്പോഴും അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്പേസ് ആണ്. ഫോൺ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ആൾക്കാരോട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ഞാനത് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ ഞാൻ തിരിച്ചു വിളിച്ച് ഞാൻ അപ്ഡേറ്റ് ചോദിക്കാറുണ്ട്. ഈ അടുത്ത് ഒരാളുടെ അടുത്ത് ഒരു മൂപ്പര് സ്ക്രിപ്റ്റ് അയച്ചു, ഞാനത് വായിച്ചു, ഞാനത് അഭിപ്രായം പറഞ്ഞു. പുള്ളി ഇത് ഫോർവേഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചത് ഞാൻ കണ്ടില്ല. പിന്നെ ഞാനൊരു 6 മാസം കഴിഞ്ഞാണ് അപ്പം ഞാനത് ഫോർവേഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വായിച്ചു, അഭിപ്രായം പറഞ്ഞു, അതിൽ ഓക്കെ, അവരത് കറക്ഷനൊക്കെ കഴിഞ്ഞ് വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു അന്നൊന്നും പറയാത്തത് കൊണ്ട് ഞാനത് പിന്നെ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അത് ഞാൻ ആലോചിക്കാം, അപ്പൊ പുള്ളിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡെഫിനറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്കൊരു ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു കാസ്റ്റിംഗ് മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജർ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം നിങ്ങൾക്ക് വേണ്ടിട്ട് അവര് സംസാരിക്കും, ഇത് ചെയ്യും എന്നൊക്കെ, നമ്മളുടെ ടേസ്റ്റും നമ്മളുടെ റിക്വയർമെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ പുറത്തുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കുറച്ചുകൂടെ ഒരു കമേഴ്ഷ്യൽ സ്പേസിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് അത്രയും കമേഴ്ഷ്യൽ എനിക്കിത് എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്പേസിൽ എത്ര ഹീറോയിൻസിന് ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നതും ഡിഫിക്കൽട്ടാണ്. കാരണം ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾ വേറൊരാളാണെങ്കിൽ ഏറ്റെടുക്കില്ല. കാരണം അവർക്ക് പ്രോപ്പറായിട്ടൊരു PR ടീം ഉണ്ടാവും, അവർ പറയും ഇന്നതേ പറയാവുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുക്കേണ്ടി വരും, അവർക്ക് വേണ്ടത് എന്താണെന്ന് അവർ സംസാരിക്കുന്നൊക്കെ ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ടാവാം. പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരാൾ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക്. അറ്റ്ലീസ്റ്റ് എന്റെ സ്പേസിൽ അത് സെൻസേർഡ് ആയി കഴിഞ്ഞാൽ ഞാൻ വേറെ സ്പേസ് ആയിരിക്കും എനിക്കത്. അതെനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓപ്റ്റ് ചെയ്യാത്തത്. പക്ഷെ വേറൊരു സ്പേസിൽ ആലോചിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഒരു പീക്ക് കരിയറിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഇപ്പം കൂടുതലും സിനിമകൾ ഈ പറയുന്ന കാസ്റ്റിംഗ് ആൾക്കാർ ത്രൂ ആണ് വരുന്നത്. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇപ്പം ഞാൻ പുതിയ വരുന്ന ആൾക്കാർക്കുള്ള, അല്ലെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ അത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കാം. ഞാൻ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല. കാരണം അത് എന്നെ സംബന്ധിച്ചും അപ്പം എനിക്ക് ചുറ്റിലും ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കിട്ടുന്ന ഗൈഡൻസിൽ കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയാൽ നിങ്ങൾക്ക് സിനിമ വരും, നിങ്ങൾ PR ചെയ്താൽ നിങ്ങൾക്ക് സിനിമ വരും, നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് സിനിമ വരും, നിങ്ങൾ ഇത് ചെയ്താലേ നിങ്ങൾക്ക് സിനിമ വരും. അങ്ങനെയൊന്നും അല്ല നമുക്ക് സിനിമ വരണേ. നമുക്ക് സിനിമ വരുന്നത് നമ്മുടെ ചോയ്സസിൽ നിന്നാണ്. ഇപ്പം എനിക്ക് എൻ്റെ അവസ്ഥയിൽ എനിക്ക് സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തത് തന്നെയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പം ചില ആൾക്കാർ അവരുടെ കരിയർ ചോയ്സസ് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അവരുടെ കരിയർ ചോയ്സസ് എന്ന് പറയുന്നത് അവരുടെ ചോയ്സസ് ആണ്. ചിലത് അവർക്ക് ചോയ്സ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇടും, ചിലപ്പോൾ ഇത് നല്ലതായിരിക്കും, അങ്ങനെ കൊണ്ടുപോയി അവിടെ നിൽക്കൂ എന്ന് പറയും. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗുരുവായൂർ അമ്പലനടയിലെ ക്യാരക്ടർ. പക്ഷെ അതൊരു വലിയ സിനിമയാണ്. ആ സിനിമയിൽ ഞാൻ എന്നെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ തെരഞ്ഞെടുത്തതാണ്. ഏറ്റവും വലിയ തിയേറ്ററിക്കൽ സക്സസ് ആണ് ആ സിനിമ. തിരിച്ചുകൊണ്ടല്ലോ നിഖിലക്ക് എവിടെ സക്സസ് ചോദിക്കുന്ന സമയത്ത് തിരിച്ചൊരു ക്രിട്ടിക്കൽ അക്ലെയിം പടം മാത്രം ചെയ്യുന്ന സമയത്ത് സക്സസ് എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ഞാനിത് എനിക്ക് ആ കഴിഞ്ഞ 2 വർഷത്തിൽ എനിക്ക് പറയാനാണ്, ഇപ്പൊ ഗുരുവായൂർ എന്റെ കരിയറിലെ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. വാഴ എനിക്ക് ക്രിട്ടിക്കലി വളരെ നല്ല പെർഫോമൻസിൽ എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള സിനിമയാണ്. പോർത്തൊഴിൽ ആ സിനിമ ഇപ്പൊ വേറെ ഇവിടുത്തെ മേ ബി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് ചിലപ്പോൾ സിനിമകൾ വരുമ്പം ചിലപ്പോൾ പോർത്തൊഴിൽ പോലൊരു സിനിമയോ ഗുരുവായൂർ അമ്പലനടയിലോ പോലൊരു സിനിമ സെലക്ട് ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഞാൻ ആ സിനിമകൾ സെലക്ട് ചെയ്യുന്നത്
എനിക്ക് കുറച്ചുകൂടെ വാസ്റ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് ഉണ്ടാവുന്ന ഒരു റീച്ചിനെയും കൂടെ കൺസിഡർ ഒരു പക്ഷെ പെണ്ണ് കേസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമോ ധൈര്യമോ അത് ഉണ്ടാക്കി അതാണ്. തരും പിന്നെ എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ചെയ്തത് കൊണ്ടാണ് എനിക്ക് പേരല്ലൂർ പ്രീമിയർ ലീഗ് പോലൊരു OTT സ്പേസിൽ അതിന്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ലീഡ് എന്ന് പറയുന്നത് ഞാനായിരുന്നു. അപ്പൊ ആ ഒരു സ്പേസിലേക്ക് നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു OTT പ്ലാറ്റ്ഫോം അത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്പേസിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മുടെ ഗുരുവായൂരമ്പല നടയിലും നമ്മുടെ വാഴയും നമ്മുടെ ഇതൊക്കെ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം അത് എന്റെ ഏറ്റവും മോശം പെർഫോമൻസോ അല്ലെങ്കിൽ എന്റെ ഏറ്റവും മോശം പെർഫോമൻസ് അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന സിനിമയായിരിക്കാം. പക്ഷെ ആ സിനിമ എനിക്ക് തന്നിട്ട് എനിക്ക് എന്റെ കരിയറിൽ എനിക്ക് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സിനിമകളും ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല മനീഷേട്ടാ, പക്ഷെ ആ സിനിമകളിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കുറെ കാര്യങ്ങളുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ട്. ചില ആൾക്കാരായിരിക്കാം അത്, നമുക്ക് ചില ആൾക്കാരുമായിട്ടുണ്ടാവുന്ന ബന്ധങ്ങളായിരിക്കാം അത്, ചില ലേണിംഗ് ആയിരിക്കാം അത്, ചിലത് മറ്റേ ഇത് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഉള്ള അൺലേണിംഗ് ആയിരിക്കാം അത്. പക്ഷെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരു സിനിമ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഹാപ്പിയാണ്. ഈ പെണ്ണേഴ്സിന് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ വാഴ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നിപ്പം നിഖില കൂടുതൽ സമയം കേരളത്തിൽ ജീവിച്ച, കേരളത്തിൽ ഇടപെട്ടുള്ള, മലയാളത്തിലും മലയാളികളും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളാണ്. ഈ തമിഴിന്റെ ഒരു ഫ്ലുവൻസിയെ സംബന്ധിച്ചിടത്തോളാണ് ഇപ്പം പലപ്പോഴും മറ്റു ഭാഷകളിലേക്ക് പോകുന്ന ആക്ടേഴ്സ് നേരിടുന്നൊരു ടാസ്ക് ആണ് അവർക്ക് അവിടെ, അതായത് അവിടെ ചിലപ്പോൾ തമിഴ് സംസാരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അവിടെ റൂട്ടഡായി സംസാരിക്കാൻ പറ്റുക, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളത്. നിഖിലയെ സംബന്ധിച്ചിടത്തോളം തമിഴ് സിനിമ തന്നെയാണോ ഇത്ര എഴുതി പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം, എന്നാൽ പോലും തമിഴിനെ എങ്ങനെയാണ് ഇത്ര വശത്താക്കാൻ പറ്റിയിരുന്നത്? ഞാൻ എന്റെ ഇറങ്ങാത്ത സിനിമകൾ തന്നിട്ടുള്ള ലേണിംഗ് ആണ് എനിക്ക് അതൊക്കെ. അത് ആ സമയത്ത് അതിനുവേണ്ടി ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയതാണ് തമിഴ്. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പം പിന്നെ നമ്മുടെ സൗണ്ടിൽ ഉണ്ടാവുന്ന ഇതിലൊക്കെ കൊണ്ട് ആയിരിക്കാം. പക്ഷെ മലയാളം വരാത്ത വിധത്തിൽ തമിഴ് തന്നെ ക്രാക്ക് ചെയ്യണ്ടല്ലോ ഇപ്പം ചിലപ്പോൾ മലയാളികൾ. എനിക്ക് ഒരു മലയാളം ചൊവയുണ്ട്, പക്ഷെ പ്രോപ്പർ മലയാള ചൊവ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ചില വാക്ക് ഇപ്പോഴും ഞാൻ ആരോടെങ്കിലും ഒക്കെ എപ്പോഴും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും തമിഴിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതെന്റെ സ്കില്ല് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അത് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുമ്പോഴും ചില വാക്കുകൾ കിട്ടാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാവും. കാരണം ഞാൻ എല്ലാവരോടും പ്രോപ്പറായിട്ട് തമിഴിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിച്ചെടുത്താണത്. അപ്പൊ എനിക്ക് സ്ലാങ്ങും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സ്ലാങ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സ്ലാങ് ആയിട്ട് പഠിച്ചു തുടങ്ങി. കിടാരിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റേ തിരുനെൽവേലി കോവിൽപ്പട്ടി സ്ലാങ് പഠിച്ചു. അതിനുശേഷം കർണന് വേണ്ടിയിട്ട് രജിഷയ്ക്ക് ഡബ് ചെയ്ത. അപ്പം അങ്ങനെ ഡബ് ചെയ്തപ്പോ അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു തിരുനെൽവേലി സ്ലാങ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞു തന്നാ ഞാൻ അതുപോലെ പറയാം. അപ്പൊ ഞാനത് അങ്ങനെ ഡബ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് വാഴയുടെ ഡബിന് ഇത് പറഞ്ഞ പോലെ തിരുനെൽവേലിയിലെ ആൾക്കാർ വന്നിരുന്നിട്ട് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് സ്ലാങ് പിക്കപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ, ഇപ്പം ലവ് 24/7 ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രം സ്ലാങ്ങും, അപ്പൊ അതും ഇനി സ്ലാങ് പിക്കപ്പ് ചെയ്യാനുള്ള കുറച്ച് കഴിവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നതാണ് അത്. ഞാൻ ഇന്റൻഷനലി എനിക്കത് സംഭവിക്കുന്നില്ല, പക്ഷെ എന്റെ തമിഴ് കുറച്ചുകൂടി അവരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. വേറെ ആരുണ്ടല്ലോ ഇപ്പം തമിഴിലെയും മലയാളത്തിലെയും കരിയർ എന്ന് പറയുമ്പോഴേ, തമിഴിലിപ്പം വാഴ പോലത്തെ വരുന്നു, ഒരു അപ്രീസിയേഷൻ വരുന്നു. പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് തമിഴിൽ ചിലപ്പോൾ ഒരു സ്കെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തെക്കാൾ ലെങ്തിയാണ്, ഇവിടുത്തെ പടം മാറ്റി വെക്കേണ്ടി വരും. ഈവൻ ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ പോലത്തെ ആക്ടേഴ്സും വേറെ സ്ഥലത്ത് പോയാൽ ഇവിടുത്തെ പടങ്ങൾ ഹോൾഡായി പോകുന്നവരുണ്ട്. ഈ രണ്ട് ഇൻഡസ്ട്രിയെയും കണക്ട് ചെയ്ത് സിനിമ ചെയ്യാം എന്ന് ആക്റ്റീവായിട്ട് അങ്ങനെ, അത് ഞാൻ ഒരു PR പ്ലാനിനപ്പുറത്ത് അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോ ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ മലയാളത്തിലാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്താൽ ഞാൻ അധികം മാറാറില്ല. അപ്പൊ തമിഴിൽ നിന്നൊരു ഓഫർ വന്നു കഴിഞ്ഞാലും രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്ത് പോവോന്നുള്ളത് നോക്കും. അത് ഡെഫിനറ്റ് ആയിട്ടും ഞാൻ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി പാടാണ്. അപ്പൊ ഞാനത് അതിന്റെ കൺട്രോളേഴ്സിനെ ഏൽപ്പിക്കും. നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയൂ, ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡേയ്സ് അവിടെ ഇപ്പൊ ഞാൻ വാഴ ചെയ്യുന്ന സമയത്തായിരുന്നു ഇവിടെ അയൽവാസി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇത്തിരി ട്രാവൽ ഇതുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഞാൻ തിരുനെൽവേലിയിൽ നിന്ന് വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പം ഇറങ്ങിയാൽ രാത്രി ഒരു 12 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ വന്ന് അയൽവാസി രാവിലെ ഷൂട്ട് ചെയ്യും. അയൽവാസി അതായത് എനിക്ക് 7 ദിവസം 8 ദിവസം ഷൂട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് പിന്നെയും തിരിച്ചങ്ങോട്ട് പോകും.
അങ്ങനെ അത് ട്രാവൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആക്ടേഴ്സും അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. എല്ലാവർക്കും ഇപ്പൊ ഇന്ന സിനിമകൾ നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വർക്കാക്കി എടുക്കാൻ എല്ലാവരും ശ്രമിക്കും. ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ എനിക്കത് ചെയ്യണം എന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ ടീമാണെങ്കിലും അവരാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക്, പിന്നെ അവരുടെ കുറച്ചുകൂടെ വലിയ ഷെഡ്യൂൾ ആവുന്നതിന്റെ ഗുണവും നമുക്കുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് 30 ദിവസം കൊണ്ട് തീർക്കണല്ലോ, നമ്മൾ 30-35 ദിവസം അല്ലെങ്കിൽ 40 ദിവസം കൊണ്ട് തീർക്കണം എന്നൊക്കെ പറയുന്നിടത്ത് അവർക്ക് 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഫസ്റ്റ് ഒരു 20 ദിവസം ഒരു 10 മിനിറ്റുള്ള കണ്ടന്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്, എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ അങ്ങനെ സിനിമ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട്, കൺസേൺ അല്ലാത്തത് കൊണ്ട് എനിക്ക് മാനേജബിൾ ആണ്. ഇപ്പൊ ഈ പെണ്ണ് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പെണ്ണ് ഉറപ്പായും ഒരു വിവാഹ തട്ടിപ്പ് നടത്തുന്ന, അതിന് ലീഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അതിന്റെ ട്രെയിലറും ഇതൊക്കെ വന്നിട്ടുള്ളത്. അവിടെയും ഈ പറയുന്ന ഒരു ബോർഡർ, ഈ 2 സ്ഥലം വരുന്നുണ്ട്, ഭാഷ 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഉറപ്പായി ഇപ്പം അതിൻ്റെ ഒരു ടോട്ടൽ ഇത് ആര് ഡയറക്റ്റ് ചെയ്യുന്നു, ആരാണ് റൈറ്റർ, അതിന്റെ പ്രൊഡക്ഷൻ ഹൗസ്, അങ്ങനെ മൾട്ടിപ്പിൾ മാറ്റേഴ്സ് എപ്പോഴും പരിഗണിക്കാറുണ്ടെന്ന് നിഖില പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് ഈ ക്യാരക്ടറിൽ ഇംപ്രസ്ഡ് ആയത് എന്താ? ഞാൻ പറഞ്ഞില്ലേ മനുഷ്യർ, അതൊരു കാരണമായിരുന്നു. അതായത് എപ്പോഴും എപ്പോഴും മറ്റേതായതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സമൂഹത്തിന് എന്തെങ്കിലും ഇത് കൊടുക്കുന്നുണ്ടോ, ഒരു എന്താ പറയാ, ഇതുകൊണ്ട് ഈ സിനിമ വന്നതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ടും അതിന്റെ ഒരു റെപ്രസെന്റേഷൻ, കഥകളും ഇപ്പം നിങ്ങളൊരു കള്ളന്റെ സിനിമ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഇപ്പം എനിക്കൊന്ന് മീശമാധവൻ വന്നപ്പം കള്ളനെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കളറെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തോണ്ട് പോയി എന്ന് പറയുന്ന ഒരു കളറെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അതേപോലെ ചിലപ്പോൾ അവർക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും, അവർക്കൊരു കഥ ഉണ്ടാവാൻ പറയാൻ, അതെന്തുകൊണ്ട് പറയപ്പെട്ടുകൂടാ എന്നുള്ളൊരു തോന്നലിൽ മാത്രമാണ്. അതിനകത്ത് ഞാനിപ്പം എന്താ പറയാ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞു, ഡെഫിനറ്റ് ആയിട്ടും അത് ചിലപ്പം പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആണുങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചിലപ്പം അവർക്കൊരു കഥ പറയാനുണ്ടെങ്കിലോ അപ്പൊ അത് നമുക്ക് കേൾക്കണ്ടേ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് കേൾക്കണ്ടേ, ചിലപ്പോൾ അതിന്റെ റീസൺ ഉണ്ടാവാൻ, റീസൺ ഇല്ലാതിരിക്കാം. സോ അത് നമ്മളെപ്പോഴും ചോദിക്കില്ല, നമ്മൾ ഒരാളൊരു കാര്യം, നമ്മൾ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണമല്ലോ. ഒരു കുറ്റം ചെയ്താൽ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ അത് എന്താണെന്നുള്ളത് അറിയാമെന്നുള്ളത് കൂടെയാണ് പെണ്ണ് കേസ് റീസൺ. ഈ നിഖില തന്നെ പറഞ്ഞു, നിഖിലയുടെ ഒരു തുടക്കകാലത്താണെങ്കിലും ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു അതിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുക എന്നുള്ളതിന് പോലും ഒരു ഉൾവലിഞ്ഞ് ഏറ്റവും പിന്നിലേക്ക് നിൽക്കാന്ന് പ്രിഫർ ചെയ്തതാണ്. പറയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൃത്യാധ്യാപികയും എത്രയോ കലാതിലകങ്ങളെയും കലാപ്രതിഭയുണ്ടായ കലാമണ്ഡലം വിമലാദേവിയുടെ മകളാണ്. അവരുടെ തന്നെ ചിട്ടയിലും പരിശീലനത്തിലും ഉണ്ടായിരുന്ന, അങ്ങനെ സ്കൂൾ കലോത്സവങ്ങളിലേക്ക് പങ്കെടുത്ത ഒരാളാണ്. ഈ മൂവി ക്യാമറയുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ് പിന്നീട് ഒരു ഹൈ ആയി മാറുന്നത്? എനിക്ക് സിനിമ മാത്രമാണ് എനിക്ക് ഹൈ ഉള്ളൂ. അതായത് ഞാൻ ചെയ്യുന്ന ജോലിയോടും ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ ആ വർക്ക് ചെയ്യുന്ന സ്പേസും ഒക്കെ എനിക്ക് ഭയങ്കര ഹൈ ആണ്. എനിക്ക് മറ്റേത് എനിക്ക് അറിയില്ല, അത് ഇപ്പോഴും എനിക്ക് അതുകൊണ്ടായിരിക്കാം. നമ്മുടെ ക്യാരക്ടർ അവർ പറയുന്ന കഥ അതുകൂടി ചേർത്താണ് എന്താ അതിന്റെ ഒരു. അതെ, എനിക്കിപ്പം ചില സിനിമകൾ വർക്ക് ചെയ്യുമ്പോഴല്ലോ ഭയങ്കര സുഖമാണ് മനുഷ്യട്ട്. അതായത് നമ്മളൊരു പുതിയ ക്യാരക്ടറിന് ചെയ്യാണല്ലോ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് ആൾക്കാരുമായിട്ട്. നമ്മളിപ്പം ഒരു പുസ്തകം വായിക്കുമ്പോഴാണല്ലോ, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോഴാണ് നമുക്ക് കുറേ കാലത്തിന് ശേഷം ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഏതൊക്കെയോ മറ്റേ അടഞ്ഞിരുന്ന സാധനങ്ങൾ തുറക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു സാധനം എനിക്ക് ക്രിയേറ്റീവ് സ്പേസിൽ ആൾക്കാരോട് കൂടി ചർച്ച ചെയ്തിട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു സ്പേസിൽ ഉണ്ടാവാറുണ്ട്. ഒരു ക്രിയേറ്റീവ് ഹൈ എന്ന് പറയുന്നത് അതിപ്പോ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ എനിക്കത് കിട്ടുന്നുണ്ട്. അത്
അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ തലവേറെ പ്രത്യേക അവസരങ്ങളിൽ ചില നല്ല സിനിമാ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സ് നമ്മൾ കേൾക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അത് ശരിക്കും എനിക്ക് ഭയങ്കര ഹൈ തരുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ വരുന്ന ഈ ഫെയിമോ പബ്ലിസിറ്റിയോ മേ ബി എന്നെ അത്രയും അതെനിക്ക് അത്ര ഹൈയോ അല്ലെങ്കിൽ അതെനിക്ക് സന്തോഷം തരുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇപ്പൊ ആവുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നത് എന്ന് പറയുന്നത് നമ്മളത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളോട് ഇത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ട കാര്യമാണെന്നുള്ളതൊക്കെ പോകെ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ തുടക്കം മുതൽ ഈ ഒരു ബിറ്റ്വീൻ സമയം വരെ എനിക്കത് ഭയങ്കര എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നെ ആരും അറിയില്ലേ. ഇപ്പോഴും മാസ്ക് വെച്ച് പുറത്തു പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ മാസ്ക് വെച്ചാൽ എന്നെ ആൾക്കാർ തിരിച്ചറിയും. തിയേറ്ററിൽ മാസ്കുള്ള ആളെ കണ്ടാൽ നിഖിലയാണെന്ന് അറിയും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. അല്ലാതെ ഇപ്പൊ ഞാനൊരു മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പോകും. പക്ഷെ ഞാൻ മാസ്ക് ഇട്ട് പോകും. എന്നെ ആൾക്കാർ തിരിച്ചറിയില്ല എന്ന് വിചാരിച്ചിട്ടല്ല. അപ്പൊ എന്നോട് എപ്പോഴും ആൾക്കാർ വന്നിട്ട് പറയും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറയാം പക്ഷെ ഞാൻ ചുമ്മാ എന്റെ പ്രൈവസിക്ക്, അതായത് എന്നെ ചിലപ്പോൾ ഇത് മാസ്ക് ഇട്ട് കണ്ടതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ നമ്മളോട് സംസാരിക്കാൻ വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാനതിൽ ഉണ്ടാവുക. പക്ഷെ എനിക്കത് ഇപ്പോഴും അതെനിക്ക് ഇത്തിരി ഉൾവലിവുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് സിനിമ ചെയ്യുന്ന സ്പേസും അത് തരുന്ന സന്തോഷവും എനിക്ക് വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ സ്പേസൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സിനിമ ചെയ്യുമ്പോഴുള്ള ഒരു ഹൈ. ഇപ്പൊ പെണ്ണേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്രയധികം കോസ്റ്റ്യൂം ചേഞ്ച് അല്ലെ ക്യാരക്ടറിന്, അതായത് ഇപ്പം വധു എന്നുള്ള രീതിയിൽ തന്നെ ഇത്രയും ഓപ്ഷൻസ്, ഇത്രയും റിലീജിയൻ, ഇത്രയും ക്യാരക്ടർ നെയിം കിട്ടുന്ന ഒരു സിംഗിൾ പടമാണെന്ന് തോന്നുന്നു. ഇപ്പം പലരും ഇന്റർവ്യൂ പറയുന്നുണ്ട് അറ്റയർ ഉണ്ടാക്കുന്ന അറ്റയർ ആ ക്യാരക്ടറിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിൽ തന്നെ നോക്കിയാൽ വിവാഹ ദിവസമായി കണക്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ അറ്റയർ വരുന്നുണ്ട്, റിലീജിയസ് അറ്റയർ വരുന്നുണ്ട്. ഈ അറ്റയർ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കണക്റ്റഡ് ആവുന്നുണ്ട്? കാരണം ഇവരുടെ സോൾ ഒന്നായിരിക്കുമല്ലോ. ഞാൻ ഈ ക്യാരക്ടറിന്റെ എൻ്റെ ആർക്ക് അയാൾ ഈ രീതിയിലുള്ളൊരു, ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സംഗതി ആയിരിക്കുമല്ലോ. എന്താണ് അതിങ്ങനെ ഇത്രയും അറ്റയർ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ രീതി ടാസ്ക് ആണ്. അതെ എന്നെ സംബന്ധിച്ച് ഇത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഈ രാത്രി ഒരു 6 മണിക്ക് ഷൂട്ട് കഴിയുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ 6 മണിക്ക് ഷൂട്ട് കഴിയാണ് ഇവർ 4:45 ആകുമ്പോൾ 5 മണിയാകുമ്പോഴാണ് ഇവർ പറയാ ഒരു ചേഞ്ച് എടുത്താലോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു കല്യാണം ഇത് എടുത്താലോ എന്ന് ചോദിക്കും. അപ്പൊ ഇത് പിന്നെ ഒന്നേ തുടങ്ങണം. അതായത് നമ്മളിത് എന്നിട്ട് ഇത് ഫുള്ള് ഒരു മണിക്കൂർ എടുക്കുമല്ലോ, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ 1.5 മണിക്കൂർ എടുക്കും ഇത് റെഡി ആയി വരാൻ. എനിക്ക് മേക്കപ്പിന് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് മേക്കപ്പ് അല്ല, എനിക്ക് മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട വന്ന് അഭിനയിച്ചോന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. ജനറലി ഇപ്പം ഹീറോയിൻസിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം, നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകണം. എനിക്ക് മറ്റേ വെറുതെ ഒരു ചുരിദാർ വന്ന് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇത് റെഡി ആയിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു 3/4 മണിക്കൂർ ഇരുന്ന് അഴിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കായിരുന്നു. പക്ഷെ ഇതില് ഇത്ര മൾട്ടിപ്പിൾ കാര്യങ്ങൾ കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് അതിന് വ്യത്യാസം വേണം എന്നുള്ളത് നമ്മൾ അപ്പൊ അതിങ്ങനെ ഇരുന്ന് ജ്വല്ലറി സെലക്ട് ചെയ്യുന്നതിലിരുന്ന് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ പറയണം ഇതിട്ടാ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇത് അതിനിട്ടതാണോ ഇതിട്ടിട്ടതാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വെച്ച് റൂട്ടിലേക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെ ഇതില് ഇപ്പം അറ്റയർ എനിക്ക് ഹാപ്പിനെസ് തന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് പേഴ്സണലി ഇല്ല. പക്ഷെ ഈ സിനിമ ഈ സിനിമയ്ക്ക് അത് ആവശ്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൽ കുറച്ച് ഞാൻ എന്റേതായിട്ടുള്ള ഇൻവോൾവ്മെന്റുകൾ ഉണ്ടായിരുന്നു. അതർവൈസ് എനിക്ക് എന്ത് ഡ്രസ്സ് എന്നാലും ഞാൻ ഇടും. ഓക്കെ, അപ്പൊ എനിക്ക് ആദ്യമേ ചിലപ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്ന സാധനങ്ങൾ ഇന്ന മെറ്റീരിയലുകൾ ചിലപ്പോൾ എനിക്ക് അലർജി ഉണ്ടാവും, അപ്പൊ അത് പറ്റില്ല എന്ന് പറയും. അല്ലാതെ വേറൊരു തരത്തിലും ഞാൻ ഇൻവോൾവ് ആവാറില്ല. അങ്ങനെ ചില സ്ഥലങ്ങൾ ഇപ്പൊ എന്നോട് എനിക്ക് ഓർമ്മയുണ്ട്, വാഴ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സാരി എന്നാൽ ഞാൻ ആ സാരി ഉടുത്തിട്ട് വരും. അപ്പോൾ മാരി സാർ വന്ന് ഭയങ്കര എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ബ്ലൗസിന്റെ ഇവിടെ ഒരു നൂല് ഇങ്ങനെ വലിഞ്ഞിരിക്കണ്ടായിരുന്നു. അപ്പൊ പുള്ളി വന്നിട്ട് ഈ നൂല് എങ്ങനെയാണ് വലിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണോ എൻ്റെ ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നൂലല്ലേ എന്നാണ് ഞാൻ ആലോചിക്കണേ. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല അതിനെ കാണേണ്ടത്, ഞാൻ മാമനൻ വർക്ക് ചെയ്ത സമയത്ത് കീർത്തിയൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ശ്രദ്ധിക്കും എന്നിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള പിന്നെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും ആ സീനിൽ നോക്കിക്കഴിഞ്ഞാൽ നൂല്
ഉണ്ട്. അപ്പൊ ഞാൻ പുള്ളിയോട് പറയുന്നത് ആ നൂലിപ്പോ ആരും സംസാരിക്കണില്ല കേട്ടോ ഇടയ്ക്ക് പറയുമ്പോ ഞാൻ പറയാം ആ നൂലിനെ പറ്റി ആരും സംസാരിക്കണില്ല. അപ്പൊ പുള്ളി പക്ഷെ പുള്ളി അത് ഭയങ്കര കോൺഷ്യസ് ആണ്. പിന്നെ പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാരണം പുള്ളി റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഒരാളായിട്ടാണല്ലോ പുള്ളി പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അവരെ പുള്ളി ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും നോട്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പുള്ളിക്ക് ഭയങ്കര അങ്ങനെ നോട്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ പുള്ളിനെ സംബന്ധിച്ച് പുള്ളിക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ആ നൂല് കണ്ടിട്ടില്ല. പക്ഷെ ആ നൂല് വലിഞ്ഞതിന്റെ പേരിൽ ഒരു 3/4 മണിക്കൂർ നമ്മൾ ഷൂട്ട് നിർത്തി വെച്ചിട്ട് ഈ നൂലിനെ പറ്റിയിട്ട് 3/4 മണിക്കൂർ ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഈ നൂലായിരുന്നോ പ്രശ്നം എന്ന് നമുക്ക് തോന്നും. വേറൊരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പോ ആ നൂല് വലിച്ചു കളഞ്ഞൊക്കെ കുഴപ്പമില്ല. അത് ഞാൻ പറയാം, അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ തന്നെ ദിവസങ്ങൾ എടുത്തപ്പോഴത്തേക്കും സിനിമ തീർന്നു എന്ന് പറയുന്ന സ്പേസ് ആയിരുന്നു. അപ്പോൾ ചിലതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ എന്റെ ഡയറക്ടർക്ക് ഇത് ഓക്കെ ആണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് ഓക്കെ. പിന്നെ ഞാൻ അതിനകത്ത് ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അത് ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താലല്ലേ എന്നെ കാണാൻ കുറച്ചുകൂടെ സുന്ദരിയായിരിക്കുക എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എനിക്കിപ്പോ ജോ ആൻഡ് ജോ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പാവാടയും എനിക്കൊരു ഇതും തന്നിട്ട് റെഡിയായി വരാൻ പറഞ്ഞാൽ ഞാൻ തന്നെ പോയിട്ട് ഇതിട്ടിട്ട് ഞാൻ തന്നെയാണ് ഹെയർ ഡ്രസ്സർ, മേക്കപ്പ് വേണ്ട, ഒന്നുമില്ല. ഞാൻ അപ്പം അടുത്ത ഷോട്ടിന് ക്യാമറ ഇപ്പുറത്തേക്ക് വെക്കുന്നതിനുള്ളിൽ ഞാൻ വരും അത് ചേഞ്ച് ചെയ്തിട്ട്. അപ്പൊ ഇവര് പറയും അങ്ങനെയല്ല കുറച്ചുകൂടെ സമയം എടുക്കണം. അപ്പൊ ഞാൻ പറയും ഇതിനകത്ത് എന്താണ് സമയം എടുക്കാനുള്ളത്, ഞാൻ തന്നെ താഴെ റൂമിൽ പോവും, അതിലിടയ്ക്കും ഡ്രസ്സിടും വരും, റെഡി എന്ന് പറയും. വേറൊരു ചേഞ്ച് ആയാലോ ഹെയറിനെന്ന് വെച്ചാൽ ഈ പോണി കെട്ടിരിക്കുന്ന മുടി പിടിച്ച് പിന്നിടും. അത് എനിക്ക് അങ്ങനെയുള്ള സ്പേസുകൾ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ടൈം എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം പിന്നെ ഇപ്പം AD ജിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ജോ ആൻഡ് ജോയിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ കോൺഷ്യസ് അല്ല. പുള്ളി ജോമോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാണ് അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളി അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി എല്ലാ കാര്യങ്ങളും നമുക്ക് അതായത് പ്രോപ്പർ ആയിട്ടൊരു ഡിസ്കഷൻ പോയിന്റ് വരും. ചിലപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിന്റെ അടുത്തും അത് നടക്കില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് അറിയില്ല എന്ന് പറയും. ചിലര് അതിന്റെ ഭയങ്കരമായ ഡീറ്റെയിൽസ് പറയും. അപ്പം പലതരത്തിലുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം പലതരം ആളുകൾ പലതരം ബിഹേവിയർ. ഇപ്പം ഞാൻ എപ്പോഴും നോക്കുന്നത്, നമ്മളെപ്പോഴും നോക്കുവാണെങ്കിൽ സിനിമയുടെ ഒരു ഹൈറാർക്കി ഉണ്ട്, അവിടെ ഒരു ഈഗോ സ്പേസ് ഉണ്ട്, ക്ലാഷസ് ഉണ്ട്, അവിടെ ഈ പലതരം ഈ സംഘർഷങ്ങളുള്ള സ്പേസ് ആണല്ലോ. ഇപ്പം നിഖില പൊതുവെ ഈ പറയുന്ന ഇപ്പം മാരി സെൽവരാജ് പോലുള്ള ഒരാൾ വളരെ കാർക്കശ്യത്തിൽ പറയുമ്പോൾ അവിടെ ഒരു ലൈറ്റർ നോട്ടിൽ അവിടെ ഒരു ഫൺ എലമെന്റ് ചേർത്ത് അതിനെ ലൈറ്റർ ആക്കുന്ന ഒരു സംഗതി കൊണ്ടിട്ടില്ല ഈ തിരിച്ചു പറഞ്ഞത്. അത് എനിക്കൊന്ന് അരവിന്ദന്റെ അതിഥികളുടെ ലോഞ്ച് ടൈമിലാന്ന് തോന്നുന്നു സത്യനന്ദിക്കാട് ഫോൺ വിളിച്ച സാധനം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതിപ്പോ ഒരു വലിപ്പച്ചെറുപ്പില്ലാതെ ഇപ്പൊ നിഖിലയ്ക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ അതിനൊരു ലൈറ്റർ വേയില് അല്ലെങ്കിൽ അതിനൊരു സർക്കാസ്റ്റിക് വേയില് അപ്രോച്ച് ചെയ്യുന്നതിന്റെ ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ സിനിമയിൽ ഈഗോ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്തും അതായത് എനിക്ക് ഈഗോ ഉള്ളവരും ഈഗോ ഇല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ ഒരേപോലെയാണ് പെരുമാറുക. ഞാൻ ഈഗോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുന്ന സ്പേസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളതും പറഞ്ഞില്ലെങ്കിൽ കുറച്ച് അത് മനുഷ്യർ അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഞാൻ പണ്ട് ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എനിക്കത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭയങ്കര അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ എന്താ പറയാ, എൻ്റെ കംഫർട്ടബിൾ സ്പേസിൽ ഞാൻ അപ്പോഴും ഭയങ്കര ഹാപ്പി ചിൽ മൂഡുള്ള ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ ചോദിക്കണമല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ. അപ്പോൾ ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഒന്നും ചോദിക്കില്ല. അതായത് അത് തരുമോന്ന് ചോദിക്കില്ല, ഇത് തരുമോന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ പൈസ കിട്ടിയില്ലെങ്കിൽ അത് ചോദിക്കില്ല, ആരും ചോദിക്കില്ല. അപ്പൊ എനിക്ക് അമ്മയോട് പറഞ്ഞാൽ അമ്മ ചത്ത ചോദിക്കില്ല. അമ്മ എന്നെക്കാട്ടിലും മറ്റേ എളിമയൊക്കെ ഉള്ള ഒരാളായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇത് ചോദിക്കാൻ നമുക്കിത് കിട്ടുന്നുമില്ല. നമ്മൾ ചെയ്യുന്ന സ്പേസിൽ നമ്മളെ ആൾക്കാർ ഒരു പോയിന്റിന് ശേഷം ഭയങ്കരമായിട്ട് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് സിനിമ. അപ്പം ആ ഒരു സ്പേസിൽ വന്നപ്പം വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം സംസാരിച്ചു തുടങ്ങിയതാണ് ഞാൻ. എനിക്ക് ഇപ്പോഴും ആൾക്കാരോട് മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ എന്റെ വേ ഓഫ് സംസാരം എന്ന് പറയുന്നതാണ് സർക്കാസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ സർക്കാസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഗുണം എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളത് പറയാം. പക്ഷെ അത് ചിലപ്പോൾ അത് കോമഡി ആയിട്ട് അങ്ങോട്ട് പൊക്കോളും. പക്ഷെ കിട്ടേണ്ട ആൾക്കാർക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. എടുക്കേണ്ടത് എടുത്തോളൂ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അതെനിക്ക് അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അഹങ്കാരി ലേബൽ ഉണ്ടാവാം, അല്ലെങ്കിൽ പറയുന്ന പോലെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ ലൂസ് ടോക്സും എന്താ പറയാ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന സ്പേസും കുറച്ചുകൂടെ കുറവാണ്.
ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഒരാൾ എടുത്താലും എന്നെ അങ്ങനെ എടുക്കാൻ ഞാൻ അനുവദിച്ചാലും ഞാനത് പറയും. നിങ്ങൾ എന്നെ ഇപ്പം ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് എടുത്തത് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അത് പറയാൻ പറ്റും എന്ന് പറയുന്നത് എനിക്ക് സമാധാനമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ എന്നെ വെറുതെ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എനിക്ക് പൈസ തരുന്നില്ല, അതിപ്പോൾ കുറെ കാലം കഴിഞ്ഞാണ്. ഇപ്പം എനിക്ക് ഇവിടെ തന്നെ ഉള്ള ഒരാൾ, ഒരു പ്രൊഡ്യൂസർ എനിക്ക് പൈസ തരാണ്ട്, അപ്പോൾ പുള്ളി പൈസ തരാണ്ടെന്ന് പറയുമ്പോൾ പുള്ളി എന്നോട് ആ സമയങ്ങളിൽ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി എന്നോട് 3-4 സിനിമകൾക്ക് പുള്ളി എനിക്ക് ബാക്കി പൈസ തരാനുള്ള. ഇപ്പം ഞാൻ അവസാനം പറഞ്ഞു, നിങ്ങൾ വീട് വെക്കണില്ല, വീട്ടിലൊരു മുറി എനിക്ക് വാടകയ്ക്ക് തന്നോളൂ, കാരണം എനിക്ക് ഇത്രയും പൈസ നിങ്ങൾ തരാണ്ട്, ഞാൻ വാടക തരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. ഇപ്പോഴും എന്നെ കാണുമ്പോൾ പുള്ളി അത് പറയും. ഞാൻ ഇപ്പോഴും പുള്ളിയോട് അത് തന്നെ പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് AC ഒക്കെ ഉള്ളൊരു മുറി തന്നാൽ മതി, ഞാൻ എന്തായാലും എന്തിനാ വാടക കൊടുക്കണേ, ഇത്രയും പൈസ നിങ്ങൾ എന്തായാലും എനിക്ക് തരാണ്ട്, നിങ്ങളതിൽ പൈസ ഇല്ലാഞ്ഞിട്ടും അല്ല. അപ്പം അത് ഇത് പറയാൻ പറ്റുന്നു എന്ന് പറയുന്ന സ്പേസ് എനിക്കുള്ളതാണ്. അപ്പം ആ പൈസ കിട്ടിയില്ലെങ്കിൽ പോലും എപ്പോഴും കാണുമ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തരുന്നെങ്കിൽ തന്നോട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് കിട്ടണം. നിങ്ങൾ എന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെടുത്തിട്ട് ഞാൻ ഓക്കെ ശരി, ഞാൻ അയാൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന സാധനം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ ഞാൻ ഉപയോഗിച്ച സാധനമാണ് ഈ സർക്കാസ്റ്റിക് വേ എന്ന് പറയുന്നത്. ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം ഈ സിനിമയുടെ കാര്യത്തിൽ ഒരു സർപ്രൈസ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് നിഖിലക്കൊപ്പം ശിവജിത്ത് പ്രധാനപ്പെട്ട റോളിൽ വരുന്നു, കസിനാണ്. അതുകൂടാതെ തന്നെ അമ്മ പരിശീലിപ്പിച്ച അമ്മയുടെ ശിഷ്യനായിട്ട് കലാപ്രതിഭയായിട്ടുള്ള ആളാണ്. അത് ഒരു ഓൺ സ്ക്രീൻ, ഇപ്പൊ ഓഫ് സ്ക്രീനിലും നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് നൃത്തം പരിശീലിച്ചിട്ടൊക്കെ ഉണ്ടാവാം, ആ ഒരു അടുപ്പം ഉണ്ട്. അതിനപ്പുറത്ത് ഒരു ഓൺ സ്ക്രീനിൽ എങ്ങനെയുണ്ടായിരുന്നത്? ഓൺ സ്ക്രീൻ ശരിക്കും ആദ്യമായിട്ടാണ്. പക്ഷെ ഞാൻ കുഞ്ഞാട്ടൻ എന്നാണ് വിളിക്കുക. അപ്പം എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മോനാണ് ശിവജിത്ത് എന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞാട്ടൻ അതായത് അച്ഛൻ്റെ അനിയത്തിയുടെ മോനാണെങ്കിൽ പോലും എൻ്റെ വീട്ടിലായിരുന്നു കുഞ്ഞാട്ടൻ. അതായത് എൻ്റെ വീട്ടിൽ നമ്മളെക്കാട്ടിലും പ്രയോറിറ്റി ഉണ്ടാവുന്ന ഒരാളില്ലേ. എൻ്റെ അച്ഛന് കുഞ്ഞേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ കുഞ്ഞേട്ടനെ ഡാൻസിന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കലാപ്രതിഭയാക്കാൻ ചെയ്യിപ്പിക്കുക, അമ്മ പഠിപ്പിക്കുക, അതായത് ഇവര് ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിരുന്നു കുഞ്ഞേട്ടനിൽ. ചെറുപ്പത്തിൽ എനിക്കോ എൻ്റെ ചേച്ചിക്കോ കിട്ടാത്ത അത്രയും അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞേട്ടൻ എന്ന് പറയുന്നത്. പിന്നെ പ്രായമായ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ ടച്ച് വിട്ടു, ഇതൊക്കെ കഴിഞ്ഞെങ്കിലും തിരിച്ച് എനിക്ക് എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഒരാള് എന്തുകൂടെ നമ്മൾ അഭിനയിക്കുന്നു എന്ന് പറയുന്ന സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം പിന്നെ ഈ അച്ഛൻ്റെ വീട്ടിലെല്ലാവർക്കും ഏകദേശം ഒരേ മാനറിസംസ് ആണ്. അപ്പൊ ഇപ്പൊ അച്ഛൻ പോയി കഴിയുമ്പോഴും കുഞ്ഞേട്ടന്റെ കുറെ മാനറിസംസ് എനിക്ക് അച്ഛനുമായിട്ട് ഭയങ്കരമായിട്ട് റിസംബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി അവരുടെ വീട്ടിലെ ബോഡി ലാംഗ്വേജിലും അവരുടെ ചില എക്സ്പ്രഷൻസിലും അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ സാധനമാണ്. അപ്പൊ അത് കാണുമ്പോഴും ഭയങ്കര എന്താ പറയാ, എനിക്ക് അച്ഛൻ പോയതിനു ശേഷം ഈ ഇമോഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് റിസംബിൾ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതും മൂപ്പരോട് അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കുഞ്ഞാട്ടൻ സിനിമയിൽ വരുന്ന കുഞ്ഞാട്ടൻ എന്നെക്കാട്ടിലും സ്ട്രഗിൾ ചെയ്ത് സിനിമയിൽ വന്നതാണ്. ഞാൻ വന്നിട്ടുണ്ടായിരുന്ന സ്ട്രഗിളാണ്. പുള്ളിക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പുള്ളി ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തിരുന്നു. പണ്ട് എനിക്ക് ഞാൻ +2 പഠിക്കുമ്പോൾ കുഞ്ഞാട്ടന്റെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടതായിട്ടൊക്കെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഉപ്പരുടേത് വേറെ തന്നെ ഒരു സ്ട്രഗിളും വേറെ തന്നെ റോങ് ചോയ്സസ് ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പര് റൈറ്റ് ചോയ്സസിലേക്ക് വന്നു. റൈറ്റ് പീപ്പിൾ മൂപ്പരെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര, നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയല്ല. പക്ഷെ മൂപ്പര് അവിടെ ഉണ്ട് എന്ന് പറയുന്നത്, ചോദിക്കാനും പറയാനൊക്കെ നമുക്ക് ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ഒരു സ്പേസിൽ കാണാൻ ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ ഞാൻ ചിലപ്പോൾ ആലോചിക്കില്ല കുഞ്ഞാട്ടൻ അവിടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാട്ടൻ പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞോ, ഞാൻ ശരിയാക്കാം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ നമുക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്ക് തോന്നല്. അത് ഭയങ്കര ഇടയ്ക്ക് പോയ ഒരു കണക്ഷൻ നമുക്ക് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കുഞ്ഞാട്ടന് ലൈഫിൽ ഉണ്ടാവുന്ന സക്സസിലും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ ഈ സിനിമയുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, ഇനി ഇവർക്ക് മറ്റേ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കുഞ്ഞാട്ടന്റെ സിനിമ കാണാൻ വേണ്ടി
പോക്കുണ്ട്. പിന്നെ എന്റെ സിനിമ കാണാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം, കമ്പൈൻഡ് ആയിട്ടിരുന്ന് കാണാം എന്ന് പറഞ്ഞ കുഞ്ഞേട്ടന്റെ കൂടെ ഇതിൽ അഭിനയിച്ചതാണ് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല സ്ക്രീനിലാണെങ്കിലും ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു അത് റിവീൽ ചെയ്യാൻ പറ്റില്ല, എന്നാൽ പോലും അത് കാണേണ്ടതാണ്. എന്നാൽ പോലും നിങ്ങളുടെ ഒരു നോർമൽ സ്റ്റോറി പാറ്റേണിലല്ലോ രണ്ടുപേരും ക്യാരക്ടർ വരുന്നത്. അത് തന്നെ ഒരു ക്യൂരിയോസിറ്റി അല്ലേ നിങ്ങൾ അപ്പൊ അഭിനയിക്കുമ്പോഴും? അതായത് എനിക്കിത് കുഞ്ഞേട്ടൻ ചെയ്യുന്നതിന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കുഞ്ഞേട്ടൻ ഓക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മൂപ്പർക്കും അതിനകത്തൊരു ചെറിയ ഫാക്ടർ ഉണ്ടായിരുന്നു അത് ചെയ്യാന്നുള്ളതും മൂപ്പരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം പുള്ളി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പൊ എന്റെ ചേട്ടനായതുകൊണ്ട് പുള്ളി ചെയ്തു എന്നോ അല്ലെങ്കിൽ അങ്ങനെ പുള്ളിനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ സിനിമയിൽ. ഇതൊരു വളരെ ഓർഗാനിക് ആയിട്ട് നടന്നിട്ടുള്ള ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണെന്ന് സിനിമ കണ്ടാൽ മനസ്സിലാവുന്ന ക്യാരക്ടറാണ്. നിഖിലെ സംബന്ധിച്ച് നിഖിൽ സർക്കാരിന്റെ സിനിമാ പോളിസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ചുമതലയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് അതിൽ വഹിക്കേണ്ടി വന്ന ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരു സർക്കാരിന്റെ ഫിലിം കോൺക്ലേവ് ഒക്കെ ഉണ്ടായി, ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയർ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം അടക്കം, സ്ത്രീ പ്രാതിനിധ്യം, അത് നേരിട്ട പ്രശ്നങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയും വിവാദത്തിൻ്റെ ഒക്കെ ഒടുക്കത്തിലാണ് ഈ കോൺക്ലേവും അല്ലെങ്കിൽ സിനിമാ പോളിസിയും ഉറപ്പായിട്ടുണ്ടാകുന്നത്. എങ്ങനെയായിരുന്നു അത് എത്രത്തോളം പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? കോൺക്ലേവ് നടന്നതാണ് നമുക്കുള്ള ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പോളിസി കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ. അപ്പം അതുവരെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന ചർച്ചകളിൽ ഇവർക്കൊക്കെ എന്തറിയാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സത്യം പറയായിരുന്നെങ്കിൽ സിനിമ ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്, അത് പറ്റി എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്തു നിന്നുള്ളൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്. കാരണം പല ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, തൊഴിൽ മേഖല എന്നുള്ള രീതിയിൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് കൂടെ തന്നെ ഇപ്പം എൻ്റെ കൂടെ ഇപ്പം എൻ്റെ തന്നെ കൊളീഗ്സ് ആയിട്ടുള്ള ആൾക്കാർ ചില കാര്യങ്ങളിൽ ചില ആക്ടേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് എനിക്കിത് പറയാൻ പറ്റുന്നുണ്ട്, ഇതിങ്ങനെയല്ല, ചിലപ്പോൾ അത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, കുറേ കാര്യങ്ങളിലുള്ള അറിവുണ്ടാവും എന്ന് പറയുന്നത് ഉണ്ട്. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഇത് സിനിമയ്ക്കൊരു മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എല്ലാ തൊഴിൽ മേഖലയിലും വർക്ക് ചെയ്യുന്ന, സിനിമയിലുമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു സ്പേസ് ഇതിലുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഇതൊരു പോളിസി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം കാര്യങ്ങൾ ഇതിൽ അംഗീകരിക്കപ്പെടും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോളിസി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവർക്ക് അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൽ ഈ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതല്ല, പക്ഷെ ഗവൺമെന്റിന്റെ ഒരു സ്പേസിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്പേസിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അവർ കേട്ടിട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നതിൽ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയായിരുന്നു അതിൻ്റെ. കാരണം അത്രത്തോളം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴും നമുക്ക് ഇപ്പം പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഇസ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഇസ് ഡിഫറെൻറ്റ്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടേത് വേറെയാണ്, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ഇപ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ആൾക്കാരുടെ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ വേറെയാണ്. അപ്പം നമുക്ക് ഇപ്പം ഇവിടെ വരുമ്പം എനിക്ക് മനസ്സിലായിടത്തോളം കുറേ നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് പല ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കില്ല, ബിക്കോസ് ഇത് അറിയില്ല. അപ്പൊ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ തിരിച്ചറിയപ്പെടാത്തതാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യത്തിനകത്തും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് അറിയാനുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പം ഇപ്പം നമ്മൾ അങ്ങനെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും പലരും എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ചോദിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമാണല്ലോ എന്ന് പറയുമ്പോൾ അവരത് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഇതൊരു പോളിസിയുടെ അണ്ടറിൽ വരുന്ന കാര്യമല്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ അവർക്ക് ഇപ്പം നമുക്ക് അവിടെ തന്നെ പല സ്ത്രീകളും വന്ന് സംസാരിക്കുമ്പോൾ ഇന്ന ഫെസിലിറ്റീസ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഫെസിലിറ്റീസിനെക്കാട്ടിലും അവരുടെ ബേസിക് ആവശ്യങ്ങൾ, ബേസിക് നീഡ്സേ അവർക്ക് വേണ്ടു.
അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ അവകാശങ്ങളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പോഷ് വീട്ടിലാണ്, നാളെ മുതൽ നിങ്ങൾക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് ഒരു AC റൂം തരാം എന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട. അവർക്ക് വൃത്തിയുള്ള ഒരു മുറി, അടിസ്ഥാന ആവശ്യങ്ങളുള്ളൂ, വൃത്തിയുള്ള ഒരു മുറി കിടക്കാൻ വേണം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബാത്റൂം ഫെസിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പം ആണുങ്ങളെ സംബന്ധിച്ച് എന്താണ് ബാത്റൂം ഫെസിലിറ്റി ഇല്ല എന്ന് പറയുന്നത്, അപ്പുറത്തെ വീട്ടിൽ ബാത്റൂം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളുടെ വീടാണ്, അവിടെ പോയി നമുക്ക് അങ്ങനെ എപ്പോഴും പോയി ചോദിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് വൃത്തിയുള്ളൊരു ബാത്റൂം ഉണ്ടാവുക എന്ന് പറയുന്നത് എൻ്റെ അത് ചോദിക്കുക എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളിടത്താണ് കുറെ പേരുടെ അവസ്ഥയുള്ളത്. അപ്പൊ അതിലൊക്കെ കുറെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇതിലിപ്പോ എനിക്കൊന്ന് പോളിസിയിൽ എന്തൊക്കെ വരും എന്നുള്ളത് പോളിസി വന്നു കഴിഞ്ഞാലേ തീരുമാനമാവും. അതിനുള്ളൊരു ശ്രമമാണ്. ഇപ്പം മുന്നേ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് ചിലപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, അതിനുശേഷം വന്ന ആൾക്കാർ പോരാടി, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് പലർക്കും അറിയുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയില്ല അവരത് കൊടുക്കാത്തതാണെന്ന്, ചിലത് കൊടുക്കാത്തതല്ല, ചിലർ അവർക്കറിയില്ല അത് കൊടുക്കേണ്ടതാണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈസിലി കിട്ടുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് അത് കിട്ടിയില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. അപ്പൊ നിങ്ങൾ ചോദിച്ചോന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ടാവില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സിനിമ ഉണ്ടാവില്ല എന്ന് പറയും അവര്. അപ്പൊ അത് സിനിമ ഉണ്ടാവാണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. ബേസിക്കലി നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് സിനിമ ഇല്ലാതിരിക്കില്ല എന്ന് പറയുന്ന സ്പേസിലേക്കൊക്കെ എത്തിപ്പെടും ഈ പോളിസി കൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം പിന്നെ നിഖില ഒരു ഇടതുപക്ഷ അനുഭാവി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രചരണ വേദികളിലുള്ള ഒരാള്, അല്ലെങ്കിൽ ഒരു CPM ഒരു ഐക്കണിക് സ്പേസിനെ ആയിട്ടുള്ള കാണുന്നത്. നിഖിലയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അനുഭാവിയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിലൊക്കെ ഉണ്ടാക്കുന്നത് അത് അതിൻ്റെ ഒരു ഇപ്പുറത്തെ ഒരു സൈബർ ബുള്ളിങ് പോലെ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സാധനം, അല്ലെങ്കിൽ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാതിനിധ്യം എന്നുള്ള രീതിയിലേക്ക് ചർച്ചയാവുന്നത് ഗുണമാണോ ദോഷമാണോ ശരിക്കും? ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു പാർട്ടിയുടെയും റെപ്രസെന്റേഷൻ അല്ല ഞാൻ. ബേസിക്കലി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വോട്ട് ചെയ്യുന്നത് ചിലപ്പം ഇടതുപക്ഷത്തിനായിരിക്കും എന്നായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. അതിനർത്ഥം ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ആക്റ്റീവ്ലി പൊളിറ്റിക്കലി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ളതല്ല. ഞാനത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്കിത് എടുക്കുന്നതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഡെഫിനറ്റായിട്ട് ഞാൻ അങ്ങനെ ഒരു മേഖലയിൽ ഒന്നും ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട്, അത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതിലുള്ളത് കൊണ്ടും അതിൻ്റെ ക്രെഡിറ്റ് അനാവശ്യമായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ചായ അല്ലെങ്കിൽ എനിക്കിഷ്ടം ചിലപ്പം അതിലെനിക്കിഷ്ടം വന്നത് എൻ്റെ നാട്ടിൻ്റെ പ്രത്യേകതയായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചത് ഞാൻ വളർന്നത് കീഴാറ്റൂരാണ്. കീഴാറ്റൂർ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ ഗ്രാമമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന് ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നതും ഒക്കെ ഇതിലായതുകൊണ്ടും ചെറുപ്പത്തിൽ ഈ ബാലസംഘത്തിന്റെ പരിപാടിക്ക് പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് ചെയ്തത് കൊണ്ടാണ് അതിലോട് എനിക്കൊരു ചായ്വ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആയതെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് BJP ആയതെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവാം. അതേപോലെ എൻ്റെ റീസൺ ഇതാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അപ്പൊ അതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് എന്നെ പ്രസന്റ് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, 24 മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഒന്നും ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു റെപ്രസെന്റേഷനും അല്ല എൻ്റെത്. ബേസിക്കലി ഞാൻ ഇപ്പം എനിക്ക് ചിലപ്പോൾ വോട്ട് ചെയ്യുന്ന ആർക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റിനോടൊരു ചായ്വുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് പറയുന്നതിൽ കവിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്കൽ അല്ല. അപ്പൊ ആ റെപ്രസെന്റേഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നതും ഇതിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ഞാൻ അതായത് എന്നോട് ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന പാർട്ടിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ലല്ലോ. അത് നിങ്ങളുടെ ചോയ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കണ്ടല്ലോ. ഡെഫിനറ്റ്ലി ഓരോ മനുഷ്യർക്കും അവരുടെ ചോയ്സസ് ഉണ്ടാവാം. ആ ചോയ്സസ് ഞാൻ പറഞ്ഞത് അത് പാർട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എനിക്ക് ജനറലി എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്കുണ്ട്. നിങ്ങൾ എല്ലാവരും പൊളിറ്റിക്കൽ ആയിരിക്കണം എന്ന് എനിക്ക് എൻ്റെ ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹത്തിൽ എല്ലാ മനുഷ്യർക്കും പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം. അതിപ്പോൾ പാർട്ടി വൈസ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ആദർശങ്ങൾ വൈസ് ആണെങ്കിൽ അങ്ങനെ, അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ്. ആ കാര്യം നിങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ അതിനോട് വെറുപ്പ് കാണിച്ചതുകൊണ്ട്
എന്താ കാര്യം? കാരണം ഞാൻ വേറൊന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റൊന്നിനെ വെറുക്കണം എന്നില്ല. ഞാൻ ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സ്പേസാണ്. അതെനിക്ക് എന്താ പറയുക, അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അത് പറഞ്ഞത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെന്താണ് പ്രശ്നം? നിങ്ങൾ ജനാധിപത്യപരമായ ഒരു നാട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പം നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരിക്കില്ലേ നിങ്ങൾ വോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ പൊളിറ്റിക്കൽ അല്ല എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ നിങ്ങൾ വെറുതെ പോയിട്ട് ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം മറച്ചു വെച്ചിട്ടും രാഷ്ട്രീയം പറയാതിരുന്നത് കൊണ്ടും പ്രത്യേക സൗകര്യം. അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ മനുഷ്യന്. കാരണം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പൊളിറ്റിക്കൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാവാം. അപ്പൊ ആ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ നല്ലത് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പൊളിറ്റിക്കൽ ആയിരിക്കും. അതിപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. അത് പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണെന്നുള്ളത് എനിക്കറിയില്ല. വേറൊരു പാർട്ടിയിലുള്ള ആൾക്കാരെ അതുകൊണ്ട് ഞാൻ കളിയാക്കാനോ ഇതാക്കാനോ, അല്ലെങ്കിൽ ഞാൻ അവരോടും വളരെ മോശമായി സംസാരിക്കാനോ അവരോട് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത്, ഇപ്പം അല്ലാത്തൊരു സ്പേസിൽ നിങ്ങൾ വന്നിട്ട് എന്നോട് നിങ്ങൾ പാർട്ടിക്കാരല്ലേ എന്നൊന്ന് കളിയാക്കിയാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ തിരിച്ചും കളിയാക്കും. ഞാനത് കേട്ടോണ്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പേസ് എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുക. അതങ്ങനെ അതിപ്പോൾ നമ്മളെ ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നത് ഇത് മാത്രമാണ്. അതായത് ഒരു CPM അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഒരു BJP എന്ന് പറയുന്നത് മാത്രമായിട്ട് വിചാരിക്കുന്നിടത്താണ് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിൽ മാത്രം ചുരുക്കുന്നത്. അതല്ല എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എനിക്ക് പല കാര്യങ്ങളിലും എൻ്റെ ആദർശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനോട് ആഭിമുഖ്യമുള്ള ആള് തന്നെയാണ്. ഇപ്പൊ ഈ പെണ്ണികേസ് വന്നുകൊണ്ട്, പെണ്ണികേസ് ഇപ്പം നിഖില ചെയ്ത സിനിമകളിൽ നിന്ന് പലതരത്തിലും ക്യാരക്ടർ ആർക്കിലാണെങ്കിലും സെലക്ഷനിലും മാറി നിൽക്കുന്ന സാധനമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ലോക അടക്കമുള്ള സിനിമയൊക്കെ വരുന്ന സമയത്ത് ഒരു 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 സാധ്യത നിൽക്കുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് മാറി ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു ക്യാരക്ടർ ചിലപ്പോൾ പരീക്ഷിച്ച് നോക്കാമെന്നൊക്കെ അങ്ങനെ കൂടി ആലോചിക്കുന്നുണ്ട്. ഇപ്പം നിഖിലയെ ചിന്തിക്കാൻ പറ്റാത്തൊരു സ്പേസിലേക്ക് ചിലപ്പോൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരം ക്യാരക്ടറുകൾ, സിനിമ, ചില ഷെയ്ഡുകൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതൊക്കെ. എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കല്യാണിനെ സംബന്ധിച്ച്, കല്യാണിക്ക് ചിലപ്പോൾ ഇനി അടുത്ത് വരുന്ന ഒരു 10 പടങ്ങളിൽ 8 പടങ്ങളും ചിലപ്പം അല്ലെങ്കിൽ ഈ ഫ്ലേവർ ഉള്ളത് പോലത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. അപ്പൊ അതിനകത്തുനിന്ന് മാറി എന്തെങ്കിലും ചെയ്യണം എന്ന് അവരും ഡെഫിനറ്റ്ലി ആഗ്രഹിക്കും. അതുപോലെ ഇപ്പം എനിക്ക് ചില സമയത്ത് ഒരേ പാറ്റേണുള്ള ഒരേ കഥകളുള്ള സിനിമകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പലരും ആലോചിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ അതിലേക്ക് പ്ലേസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആലോചിച്ച് വരുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ എനിക്ക് ചോയ്സസ് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാനത് ചെയ്യില്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ ആൾക്കാർ പ്ലേസ് ചെയ്യാത്തത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളത് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അത് നിങ്ങളല്ലേ വിചാരിക്കണ്ടേ, നമ്മളല്ലല്ലോ വിചാരിക്കണ്ടേ. ആസ് എ ക്രിയേറ്റർ നിങ്ങളും കൂടെ ആലോചിക്കേണ്ടതാണ്. ഇവിടെയുള്ള ആക്ടേഴ്സിനെ നിങ്ങൾ നന്നായി യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഇതിനെ. ഇപ്പം ഞാൻ ഭയങ്കര അഭിനയിച്ച് മറിക്കും എന്നുള്ളതൊന്നും അല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ഇപ്പം പലതരം ജോണറിലുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളത് ശരിക്കും അങ്ങനെ ഒരു സ്പെസിഫിക് ഇങ്ങനെ ഇന്ന ടോണിൽ അങ്ങനെ കൂടി ആഗ്രഹിക്കാറുണ്ട്. ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ, ഇപ്പം പിന്നെ പല ആക്ടേഴ്സും പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ ജോണറിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കാം. അതായത് നമ്മൾ ഒരിക്കലും നിഖിലെ എക്സ്പെക്ട് ചെയ്യാത്ത അത്തരം പ്രിഫറൻസ് കൂടി നിഖില വരാറുണ്ട്. എനിക്ക് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹൊറർ സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഹൊറർ സിനിമ കാണാൻ ഭയങ്കര പേടിയാണ്. ഹൊറർ സിനിമ വന്നാൽ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ചെയ്യും. കാരണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് എനിക്ക്. ഈ ഇടയ്ക്ക് ഞാനും അപർണ കൂടെ സംസാരിക്കാൻ, അപർണ ഒരു ത്രില്ലർ കേട്ട് മടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ മറ്റേ പോലത്തെ ക്യാരക്ടേഴ്സ് കേട്ട് ഞാൻ മടുത്തിരിക്കുക. അപ്പോൾ നിനക്ക് വരുന്നു എനിക്ക് വരുന്നു നിനക്കും വന്നിരുന്നെങ്കിലും എന്ന് ഞങ്ങളിങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയണേ, നമ്മളെ അതിലേക്ക് ചിലപ്പോൾ അവർക്ക് പ്ലേസ് ചെയ്യാൻ നമ്മളിതിന് മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന അത് റോളുകളാണ് അവരുടെ മാനദണ്ഡമാവുന്നത്. അതല്ലല്ലോ എന്നുള്ളത് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. പക്ഷെ നമ്മുടെ മാത്രം ആലോചന ആയിരിക്കാം, അവരും കൂടെ അതിനെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറയും ഇവിടെ ഇൻഡസ്ട്രിയിൽ. പക്ഷെ
അത് ഡിഫിക്കൽട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റും ഇപ്പോഴത്തെ ഒരു ബിസിനസ്സും ഒക്കെ വെച്ച് നമ്മൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ അതിൻ്റെ എന്താ പറയുക, അതുണ്ടായി വരുന്ന പ്രോസസ്സിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പം അതുകൊണ്ട് എത്രത്തോളം അത് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുമെങ്കിലും ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് വന്നിട്ട് ലാൻഡ് ആവില്ല. പക്ഷെ ആഗ്രഹമുണ്ട്, എല്ലാ തരം സിനിമകളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് വേറൊരു ഹീറോയിനെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് മൂപ്പരെ പരിചയം നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും എന്നെ ആലോചിക്കാത്തത്, നല്ല പരിചയമുള്ളതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരാളെ അടിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയാണ്, അപ്പം നിക്കില്ല ചിലപ്പോൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മറ്റേ പെൺകുട്ടി ഒരാളെ ശരിക്കും അടിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അടിക്കും. റിയൽ ലൈഫിൽ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റേ പെൺകുട്ടി എന്താ പറയുക വേണോ വേണ്ടയോ എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ അടിക്കും. അത് നമ്മുടെ ഒരു ഓൺ സ്ക്രീൻ പേഴ്സോണയാണ് അടുത്ത ക്യാരക്ടർ ആലോചനയാവുന്ന പറയുന്ന ഒരു പ്രശ്നം. ഇപ്പം ലോക്ക കഴിഞ്ഞപ്പം എല്ലാവരും പറയായിരുന്നു കല്യാണി ആയതുകൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് കല്യാണി ആയതുകൊണ്ട് നിങ്ങൾക്ക് അപ്പം ഇപ്പം പാർവതി ചേച്ചിയായിട്ടുള്ള കമ്പാരിസണും അങ്ങനെ ഭയങ്കര അവർക്കെതിരുള്ള ട്രോളുകളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത് അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഒരു ഡയറക്ടർ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്കത് ചെയ്യാൻ പറ്റുമെന്ന് അയാൾക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യും അവരെ കൊണ്ട് അത് പറ്റില്ല, അവരെ കൊണ്ട് അത് കാരണം അതിലേക്ക് അവരെ പ്ലേസ് ചെയ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അവരുടെ എഫേർട്ടാണ്. അതിലേക്ക് നിങ്ങൾ ആ എഫേർട്ട് അവരെടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഡയറക്ടേഴ്സ് അവരുടെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പൊ കല്യാണി ഡെഫിനറ്റ് ആയിട്ടും ഈ ക്യാരക്ടറിന് വേണ്ടി ഇത്രയും പണിയെടുക്കും എന്ന് അവർക്ക് തോന്നുന്ന അവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കല്യാണിയിലേക്ക് കൊടുക്കുമ്പോൾ അവരത് കോൺഫിഡൻ്റ് ആയിരിക്കുന്നത്. പക്ഷെ കല്യാണിക്ക് മുന്നേ ഇപ്പോൾ അവരത് പാർവതി ചേച്ചീനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവരത് ചെയ്യാൻ ഓക്കെ ആയതുകൊണ്ടായിരിക്കില്ലേ അവർ അപ്രോച്ച് ചെയ്ത്. നിങ്ങൾ എങ്ങനെ പുറത്തിരുന്നിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുക അവരെ കൊണ്ട് എങ്ങനെ പറ്റും ഇവരെ കൊണ്ട് എങ്ങനെ പറ്റും, കാരണം അത് ഡയറക്ടറിന്റെ കൂടെ ഇതാണല്ലോ അവരത് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ ക്യാരക്ടർ ഇങ്ങനെ അല്ലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എഴുതിയിരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതൊന്നും ഡിസ്കഷൻസിൽ ഉണ്ടാവില്ല. ഇവരെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അങ്ങനെ അവരെ കൊണ്ട് പറ്റില്ല. ഈ കമ്പാരിസൺ ശരിക്കും എനിക്കൊന്ന് ഈവൻ ക്രിയേറ്റേഴ്സിനടക്കം കൺഫ്യൂസ് ചെയ്യും. അടുത്തൊരു പടം പറയുന്ന സോഷ്യൽ മീഡിയ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം എനിക്ക് വളരെ ഇപ്പൊ എനിക്ക് എന്റെ ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്തൊരു സിനിമ കുറച്ച് നാൾ മുന്നേ ഒരു സിനിമയിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയായിരുന്നു. പക്ഷെ പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവരതിനകത്തുനിന്ന് പിന്നെ ഇങ്ങനെ ഞാൻ വേണ്ട എന്നുള്ള പോലത്തെ ഒരു ഡിസിഷൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേഴ്സോണയിൽ നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് അത് കൺവിൻസിങ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ, അത് അങ്ങനെയല്ല എന്ത് ചെയ്യിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, അങ്ങനെ അത് അല്ലെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്തമാണ് അത് അങ്ങനെയല്ല എന്ന് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് വൈസിൽ അതിൽ അങ്ങനത്തെ ലൂപ്പ് ഹോൾസ് ഇല്ല. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ആൾക്കാർ അതിനെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സണ വെച്ചിട്ടല്ലോ മമ്മൂട്ടിയോ മോഹൻലാലോ ഉർവശി പക്ഷെ അവർക്ക് അല്ല അവർ സംഭവിക്കുന്ന പക്ഷെ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ഇവർ അതിനെയും കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി മറ്റേ നോൺസെൻസ് ആണ്. അതല്ല അങ്ങനെയല്ല അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷെ ചില സ്പേസിൽ അത് അങ്ങനെയും കൺസിഡർ ചെയ്യപ്പെടുന്ന സ്പേസുകളുണ്ട്. പെർഫോമൻസിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതിന് പകരം ഈ ഒരു പിന്നെ എല്ലാവരും അങ്ങനെ വരുമ്പോഴേ ഭയങ്കര പെർഫോമൻസ് ഒന്നും ആയിരിക്കില്ല മനുഷ്യരെ. കുറെ സിനിമകൾ ചെയ്ത് നമ്മൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മള് പല ആക്ടേഴ്സിന്റെയും പഴയ സിനിമകളും പുതിയ സിനിമകളെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അത് അവരിടുന്ന ഹാർഡ് വർക്കും അവരതിനകത്ത് ഇടുന്ന അവരുടെ ഡെഡിക്കേഷനും ഒക്കെയാണ്. അത് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ആസ് എ ക്രിയേറ്ററിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾ ഇപ്പം എന്നെ അത് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായി ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരിക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നിടത്താണല്ലോ അങ്ങനെ ഒരു പ്രോസസ്സിൽ ഒരു നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടായി വരിക. ഇപ്പം നമ്മളിപ്പം ജനറലി നമ്മൾ കാണുന്ന ലാലേട്ടൻ്റെ ഒരു പെർസോണയിൽ നമ്മൾ ഒരിക്കലും രാവണപ്രഭു പോലുള്ളൊരു ലാലേട്ടനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷെ അതിൽ അല്ല. അപ്പം അത് രാവണപ്രഭു ചെയ്യുന്ന ലാലേട്ടനെ നമ്മൾ ഒരിക്കലും
ഓഫ് സ്ക്രീനിൽ കാണില്ല. പുള്ളി വളരെ മറ്റേ ഭയങ്കര എന്താ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള അങ്ങനെ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിലേക്ക് അയാളെ കൺസിഡർ ചെയ്തു എന്ന് പറയുന്നത് അതൊരു ഡയറക്ടറിന്റെ കൂടെ ഒരു വിഷനും കൂടെ ഉണ്ടല്ലോ. ആ വിഷൻ ഇപ്പൊ എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഉറപ്പായും പെണ്ണ് കേസ് കൂടുതൽ പ്രേക്ഷകരിലെത്തട്ടെ. അടുത്ത എല്ലാ പ്രൊജക്റ്റും ഗംഭീരമായിട്ട് വരട്ടെ. താങ്ക് യു. അറിയാമെന്നുള്ളത് കൂടെയാണ് പെണ്ണ് കേസ് കമ്മിറ്റ് റീസൺ.